അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം പോകുന്നത് അമേരിക്കയിൽ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റ ശേഷമുള്ള പ്രഖ്യാപനങ്ങളിലേക്കാണ്. അദ്ദേഹം ഒപ്പിട്ട ഉത്തരവുകളുടെ വിശദാംശങ്ങളിലേക്കാണ്. അമേരിക്കയിൽ സുവർണ യുഗത്തിന്റെ പിറവി എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചും പാനമ കനാൽ തിരിച്ചെടുക്കുമെന്ന് ഉറപ്പിച്ചുമാണ് ട്രംപിന്റെ തുടക്കം. സുപ്രധാന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച് സത്യപ്രതിജ്ഞയ്ക്കൊപ്പം ട്രംപ് വിവാദങ്ങൾക്കും തുടക്കമിട്ട് കഴിഞ്ഞു. ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കില്ലെന്ന തീരുമാനം പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ്. ലോക നേതാക്കളെയും ശതകോടീശ്വര വ്യവസായികളെയും സാക്ഷിയാക്കിയായിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞ. I, Donald John Trump, do solemnly swear. I, Donald John Trump, do solemnly swear. That I will faithfully execute. That I will faithfully execute. The office of President of the United States. The office of President of the United States. And will, to the best of my ability. And will, to the best of my ability. Preserve, protect, and defend. Preserve, protect, and defend. The Constitution of the United States. The Constitution of the United States. So help me God. So help me God. Congratulations, Mr. President. വൈസ് പ്രസിഡന്റായി JD വാൻസും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. I, James David Vance, do solemnly swear. I, James David Vance, do solemnly swear. That I will support and defend the Constitution of the United States. That I will support and defend the Constitution of the United States. Against all enemies, foreign and domestic. Against all enemies, foreign and domestic. That I will bear true faith. That I will bear true faith. And allegiance to the same. And allegiance to the same. That I take this obligation freely. That I take this obligation freely. Without any mental reservation. Without any mental reservation. Or purpose of evasion. Or purpose of evasion. And that I will well and faithfully discharge. And that I will well and faithfully discharge. The duties of the office. The duties of the office. On which I am about to enter. On which I am about to enter. So help me God. So help me God. Congratulations, Mr. Vice President. Ladies and gentlemen, please welcome Chief Justice Roberts to administer the presidential oath of office. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി കിരൺ ബാബു. കിരൺ, ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു 47ാമത് പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കുമ്പോൾ ഒരുപക്ഷെ അപ്രവചനീയമായതും അപ്രതീക്ഷിതമായതും പല പ്രഖ്യാപനങ്ങളും ഉണ്ടാവും. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിലേറുന്ന ഒരാളിൽ നിന്ന് ഇത് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ദിവസത്തെ പ്രഖ്യാപനങ്ങൾ? അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്? ശ്രീജ, അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 10:30 അധികാരമേൽക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് പ്രഖ്യാപനങ്ങളും വന്നത്. ലോകം ആശങ്കയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും കാണുന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. ട്രംപിൽ നിന്ന് അത്തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ആശങ്കയും അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് പ്രതീക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. ആ തരത്തിൽ തന്നെയുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രധാനമായും ഉണ്ടായത്. ആദ്യം പോസിറ്റീവായ വിഷയങ്ങൾ തന്നെ പൊതുവെ പറഞ്ഞാൽ അമേരിക്ക ലോക സമാധാനത്തിൻ്റെ
അതിൻ്റെ വക്താക്കളായി നിൽക്കും, ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെയും ഐക്യത്തിനും വേണ്ടി അമേരിക്ക മുൻകൈ എടുക്കും എന്നുള്ള പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അമേരിക്കയുടെ സുവർണ്ണ യുഗം എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിവാദമായേക്കാവുന്ന ഒട്ടേറെ തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇലോൺ മസ്കിനെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് വരുമ്പോൾ ചൊവ്വയിലേക്ക് മനുഷ്യരെ അയക്കും, ചൊവ്വയിൽ ആളുകളെ ഇറക്കാൻ അമേരിക്കയ്ക്ക് കഴിയും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണത്. അതോടൊപ്പം തന്നെ പാനമ കരാർ തിരിച്ചെടുക്കും എന്ന് പറയുന്നു. പാനമ കരാറിൻ്റെ നിയന്ത്രണം പാനമ അമേരിക്കയുമായിട്ടുള്ള കരാർ ലംഘിച്ചുവെന്നും ചൈനയാണ് ഇതിപ്പോൾ നിയന്ത്രിക്കുന്നതെന്നുമുള്ള ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. ലോക അധികാര സമവാക്യങ്ങളെയൊക്കെ തന്നെ പലതരത്തിൽ മാറ്റിയെടുക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു സംഘർഷത്തിന് സാധ്യതയുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് പാനമ കരാറിൻ്റെ നിയന്ത്രണം അമേരിക്ക തിരിച്ചെടുക്കും എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മെക്സിക്കൻ ഉൾക്കടലിൻ്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ ആക്കും എന്ന് പറയുന്നു. ഒരു അമേരിക്കൻ ദേശീയത, അത് സങ്കുചിത ദേശീയതയായാലും തീവ്ര ദേശീയതയായാലും അത് വളർത്തുക അല്ലെങ്കിൽ ആ തരത്തിലേക്ക് പെരുമാറുക എന്നുള്ളതായിരുന്നു നേരത്തെ മുതൽ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ രീതി. അത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് മെക്സിക്കൻ ഉൾക്കടലിൻ്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ എന്നാക്കി മാറ്റുമെന്ന അവകാശവാദം ഉന്നയിക്കുന്നു. സാധാരണ ഇത്തരത്തിൽ തീവ്ര ദേശീയതയൊക്കെ ഉയർത്തുന്ന നേതാക്കൾ ലോകത്താകമാനം ഉയർത്തുന്നതാണ് പേര് മാറ്റുക എന്നുള്ളത്. അത് ട്രംപും ഉപയോഗിക്കുന്നു എന്ന് വേണം കരുതാൻ. ലോകം ഒരുപാട് മാറുകയും പുതിയ കാലത്ത് ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരു പ്രത്യേക ലിംഗമായി തന്നെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരല്ല, പുരുഷനും സ്ത്രീയും പോലെ തന്നെയാണ് മറ്റൊരു ലിംഗവുമുള്ളത്, അതുകൂടി പ്രകൃതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് അവരെ കൂടി അംഗീകരിക്കണമെന്നുള്ള അവസ്ഥയിലേക്ക് ലോകമാകമാനം നീറുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊരു പദവി ഇനി നൽകില്ല, പുരുഷൻ സ്ത്രീ എന്ന് 2 ജെൻഡർ മാത്രമേ ഉള്ളൂ, അതിലേതെങ്കിലും ഒന്നായിക്കൊള്ളണം എന്നുള്ള ഒരു തിരിച്ചുപോക്കിന് കൂടിയാണ് ട്രംപ് തുടക്കമിടുന്നത്. ആ തരത്തിലേക്ക് അമേരിക്ക പോലെ ഒരു ലോകത്തെ ഒരു വികസിത രാജ്യമാണ് ഇപ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ അരനൂറ്റാണ്ടെങ്കിലും മുമ്പ് നിലനിന്ന ഒരു ലോകക്രമത്തിലേക്ക് മടങ്ങിപ്പോക്കിനുള്ള ഒരു ശ്രമം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. എല്ലാ സെൻസർഷിപ്പുകളും അവസാനിപ്പിച്ച അഭിപ്രായ സ്വാതന്ത്ര്യം തിരികെ കൊണ്ടുവരാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുമെന്നും പറയുന്നു. സെൻസർഷിപ്പുകൾ ഒക്കെ നിർത്തും എന്നുള്ള പറയുന്നത് അതേ ഭാഗത്ത് തന്നെയാണ്. മറുഭാഗത്ത് സമൂഹ മാധ്യമങ്ങളുടെ അടക്കം ശക്തമായ നിയന്ത്രണങ്ങളും അധികാരങ്ങളും ഭരണകൂടവും അത്തരം അമേരിക്കൻ കമ്പനികളും ഒക്കെ ഏറ്റെടുക്കാനുള്ള ശ്രമം. ടിക്ടോക്ക് അടക്കം അവിടത്തേക്ക് വീണ്ടും അനുമതി നൽകുമ്പോൾ 50% അതിൻ്റെ ഓഹരി വിഹിതം അമേരിക്കയ്ക്കായിരിക്കണം, അമേരിക്കൻ കമ്പനികൾക്കായിരിക്കണം എന്നുള്ള വ്യവസ്ഥയടക്കം വെക്കുന്നു. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ നിർബന്ധമാക്കാനുള്ള ഉത്തരവ് പിൻവലിക്കും എന്ന് പറയുന്നു. സ്വാഭാവികമായും പാരീസ് ഉടമ്പടി അടക്കം പിൻവലിക്കാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് അത് നീങ്ങുന്നത്. ലോകത്താകമാനം പ്രകൃതി സ്നേഹികളും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ശാസ്ത്രകാരന്മാരുമെല്ലാം ട്രംപിൻ്റെ വരവിനെ വളരെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. ട്രംപ് അത്തരത്തിലേക്ക് ലോകത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു, അല്ലെങ്കിൽ ആഗോള താപനം വർദ്ധിക്കുന്നതിനെതിരായ പോരാട്ടത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു. പ്രകൃതി സംരക്ഷിക്കേണ്ടത് അതിനപ്പുറം മനുഷ്യനാണ് പ്രധാനം, പ്രകൃതി സംരക്ഷിക്കൽ പിന്നീടാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ ലോകത്താകമാനം പല വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികളും ഉയർത്തുന്ന നിലപാട് തന്നെയാണ്. അത് ഔദ്യോഗികമായി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ തലവൻ അതിൻ്റെ വക്താവായി മാറുകയും അത് ആ രാജ്യത്ത് നിലവിൽ വരികയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത് അമേരിക്കയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ലോകത്തെ ആകമാനം ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ആഗോള താപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികളിൽ ഒരു രാജ്യം അമേരിക്ക കൂടിയാണ്. അത്തരമൊരു രാജ്യമാണ് അത്തരമൊരു കരാറിൽ നിന്നടക്കം പിൻവാങ്ങുന്നു എന്ന് പറയുമ്പോൾ പ്രകൃതിയേക്കാൾ വലുത് മനുഷ്യനാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ നേട്ടങ്ങളാണ് എന്ന ഒരു ആശയം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട US-ൽ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് എണ്ണ ഖനനം പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നു. എണ്ണയുടെ ഖനനം, ആവശ്യത്തിന് എണ്ണ കുഴിച്ചെടുക്കുക എന്നുള്ള അല്ലെങ്കിൽ ക്രമാതീതമായി എണ്ണ ഖനനം നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നതാണ്. ഇതെല്ലാം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എടുത്ത തീരുമാനങ്ങളാണ്. ഇതെല്ലാം ട്രംപ് പൂർണ്ണമായും അട്ടിമറിക്കുകയാണ്. ഖനനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കൂടിയാണ് ട്രംപ് എടുക്കുന്നത്. എന്തായാലും തുടക്കത്തിലെ ദിവസം തന്നെ അമേരിക്കയിലെ വലിയൊരു ഭാഗം ജനങ്ങൾക്ക് പ്രതീക്ഷയും അതോടൊപ്പം തന്നെ ലോകത്തിന് വലിയ ആശങ്കയും നൽകുന്ന പ്രഖ്യാപനങ്ങളൊക്കെയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇനി ഈ കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ട്രംപ് എടുക്കാൻ പോകുന്ന നിലപാടുകൾ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നുള്ളതടക്കം ഒരുപാട് കുടിയേറ്റക്കാരുള്ള രാജ്യമാണ് അമേരിക്ക. അവിടെ അതൊക്കെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ഒരുപക്ഷെ അവിടെയുള്ള ഏതാണ്ട് 7.25 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരെ ഇതൊക്കെ എങ്ങനെ ബാധിക്കും? ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. എന്തായാലും അമേരിക്കക്കാരുടേതാണ് എന്നതാണ് ട്രംപിൻ്റെ ഏറ്റവും പ്രാഥമികമായ മുദ്രാവാക്യം. അത് ഏതൊക്കെ തരത്തിലാണ് പ്രാവർത്തികമാക്കുക അദ്ദേഹം എന്നത് ഇനി വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്.
മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ് നമ്മൾ. ഇന്ന് നിയമസഭാ സമ്മേളനം തുടരുന്നുണ്ട്. നിയമസഭയിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് രണ്ട് വിവാദങ്ങൾ വരും. ആ വിവാദങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഇന്ന് നിയമസഭയിൽ പ്രതിഫലിക്കുക എന്നതാണ് ഈ ദിവസം നമുക്ക് കേരളത്തിൽ ഏറ്റവും പ്രധാനമായി നോക്കാനുള്ള വാർത്ത. ഒന്ന്, പാലക്കാട്ടെ കഞ്ചിക്കോട് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിവാദമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു വശത്ത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഈ വിഷയത്തിൽ മാറി മാറി മാധ്യമങ്ങളെ കാണുന്നുണ്ട്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മന്ത്രി എം.പി. രാജേഷ് ആകട്ടെ ഈ വിഷയത്തിൽ യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്. അപ്പോൾ ഇത് നിയമസഭയിലേക്ക് വരുമ്പോൾ എങ്ങനെയാവും എന്നതാണ് ഇന്ന് കാത്തിരുന്ന് കാണേണ്ടത്. മന്ത്രി എം.പി. രാജേഷിനെതിരെ എന്തായാലും നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ടെൻഡർ വിളിക്കാതെ OSS കമ്പനിയെ തെരഞ്ഞെടുത്തതും അനാവശ്യ തിടുക്കം കാണിക്കുന്നതും ദുരൂഹമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അതേസമയം പ്രാരംഭ അനുമതി മാത്രമാണ് നൽകിയതെന്നും പ്രതിപക്ഷത്തിന്റെ എല്ലാ സംശയങ്ങൾക്കും സഭയിൽ മറുപടി നൽകുമെന്നുമാണ് മന്ത്രി എം.പി. രാജേഷിന്റെ നിലപാട്. ബ്രുവറി വിവാദത്തിൽ എക്സൈസ് മന്ത്രി എം.പി. രാജേഷിനെ ലക്ഷ്യമിട്ടാണ് പ്രതിപക്ഷ നീക്കങ്ങൾ. വൈകാതെ നിയമസഭയിലും പ്രതിപക്ഷം മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കും. ചട്ടപ്രകാരം ആരോപണം ഉന്നയിക്കാനുള്ള നടപടികൾ UDF നിയമസഭാ കക്ഷി നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് പുതുതായി ഡിസ്റ്റിലറി അനുവദിക്കേണ്ട നയത്തിൽ മാറ്റം വരുത്തി ബ്രുവറി അനുവദിച്ചത് എന്തിനെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ചോദ്യം. ഈ നയമാറ്റം സംസ്ഥാനത്തെ ഒരു ഡിസ്റ്റിലറിയും അറിഞ്ഞിട്ടില്ല. എന്തിനാണ് നയമാറ്റം രഹസ്യമാക്കി വച്ച് മധ്യപ്രദേശിലും പഞ്ചാബിലും മാത്രം പ്രവർത്തിക്കുന്ന കമ്പനിക്ക് അനുമതി നൽകിയതെന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. ഈ കമ്പനി മാത്രമേ അപേക്ഷ കൊടുത്തുള്ളൂ എന്നാണ്. ഇങ്ങനെ മദ്യ നയം മാറ്റി പുതിയ ഡിസ്റ്റിലറികൾ ഇത് കൊടുക്കാൻ, മദ്യനിർമ്മാണത്തിനുള്ള സംവിധാനങ്ങൾ കൊടുക്കാൻ പോകുന്നു എന്ന് വേറെ ആരാണ് അറിഞ്ഞത്? കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഡിസ്റ്റിലറികൾ ഇത് അറിഞ്ഞോ? കേരളത്തിൽ കുറെ ഡിസ്റ്റിലറികൾ പണ്ട് മുതലേ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രമേ അറിഞ്ഞുള്ളൂ. ഇന്ത്യയിലെ വേറെ ഒരു കമ്പനി ഇങ്ങനെ ഗവൺമെന്റ് ഇത് കൊടുക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞില്ല. എന്നിട്ട് ഇവരുടെ മാത്രം അപേക്ഷയുള്ളതാണ്. ഇത് 2024 തുടങ്ങിയതാണ്. എന്ത് രഹസ്യമാണ് ഇതിനകത്തുള്ളത്? മദ്യനയം തീരുമാനിക്കുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണെന്നും കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുമെന്ന് കഴിഞ്ഞ മദ്യനയത്തിൽ തന്നെ വ്യക്തമാക്കിയതാണെന്നുമാണ് സർക്കാരിന്റെ മറുപടി. ബ്രുവറി തുടങ്ങാൻ ഒരു കമ്പനി മാത്രമേ അനുമതി തേടിയുള്ളൂ. അതിനാലാണ് അവർക്ക് നൽകിയത്. കേരളത്തിൽ ഒരു കാര്യവും നടത്താൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷ വാശിയാണ് വിവാദത്തിന് പിന്നിലെന്നും സർക്കാർ കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനി കേരളത്തിൽ അവരുടെ പ്ലാന്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ തന്നത്. അപേക്ഷ നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് സർക്കാർ അതിന് ശരിയായ രീതിയിൽ എല്ലാ പരിശോധനകൾക്കും ശേഷം അനുമതി നൽകി. പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്രയും സുതാര്യമായ രീതിയിൽ നടന്നൊരു കാര്യമാണ്. ഇതേ കമ്പനിയുടെ പ്ലാന്റ് പഞ്ചാബിൽ അവിടുത്തെ സർക്കാർ പൂട്ടിയതും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു സംസ്ഥാനത്ത് കേസുള്ളതിനാൽ ഇവിടെ അനുമതി നൽകാൻ പാടില്ലെന്ന് പറയുന്നതിൽ എന്തു ന്യായമെന്നാണ് സർക്കാരിന്റെ മറുചോദ്യം. എലപ്പുള്ളി പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ ലൈസൻസ് നൽകാനുള്ള നീക്കവും പ്രതിപക്ഷം ദുരൂഹമായി കാണുന്നുണ്ട്. പ്രാരംഭാനുമതി മാത്രമാണ് ഇപ്പോൾ നൽകിയതെന്നും അതിന് പഞ്ചായത്തിന്റെ അനുവാദം വേണ്ടതുമാണ് സർക്കാരിന്റെ പ്രതിരോധം. കഞ്ചിക്കോട് പോലെ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്ത് പ്ലാന്റ് വന്നാൽ കുടിവെള്ള ചൂഷണമുണ്ടാകുമെന്ന ആശങ്കയും പ്രതിപക്ഷം ശക്തമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്നും മഴവെള്ള സംഭരണിയിലൂടെയും വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളം ഉപയോഗിച്ചുമാകും പ്ലാന്റിന്റെ പ്രവർത്തനമെന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്തും ബ്രുവറി അനുവദിക്കാനുള്ള നീക്കം സർക്കാർ നടത്തിയിരുന്നു. പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ചതോടെ സർക്കാർ പിന്മാറി. ന്യൂസ് 18 തിരുവനന്തപുരം. വിശദമായ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് നിയമസഭയിലേക്ക് ഈ വിഷയം വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് പല ഭാഗത്തു നിന്നാണ്. ഒരിടത്ത് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നു, മറുവശത്ത് വി.ഡി. സതീശൻ ഉന്നയിക്കുന്നു. അതിൽ അവർ തമ്മിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്. അതിന് നിന്നുകൊടുക്കാൻ കഴിയില്ലെന്ന് എം.പി. രാജേഷ് പറയുന്നു. അങ്ങനെ സഭയ്ക്ക് പുറത്ത് നടന്നിരുന്ന ഈ അഭിപ്രായങ്ങളെല്ലാം ഒന്നിച്ച് സഭയിലേക്ക് വരികയാണ്. ഇതിൽ പല ഘടകങ്ങളുണ്ട്. LDFന്റെ പ്രഖ്യാപിത നിലപാടാണ് ഇത് അനുവദിക്കാമെന്നത് LDF വ്യക്തമാക്കി കഴിഞ്ഞു. ആ നിലയ്ക്ക് ഒരു തവണ അവർക്ക് പിന്നോട്ട് പോവേണ്ടി വന്നതാണ് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത്. ഇതൊരു അഭിമാന പ്രശ്നം കൂടിയായി കരുതുന്നുണ്ടോ ഇപ്പോൾ LDF സർക്കാർ? ഇന്ന് നിയമസഭയിലേക്ക് ഈ വിഷയം വരുമ്പോൾ ഈ ആരോപണങ്ങളുടെ എല്ലാം കുന്തമുന എം.പി. രാജേഷിലേക്ക് തിരിക്കുകയാണോ പ്രതിപക്ഷം?
ശ്രീജ, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയാണ് ഇന്ന് നിയമസഭയിലെ പ്രധാനപ്പെട്ട അജണ്ട. സ്വാഭാവികമായും അവിടെ രാഷ്ട്രീയം പറയാൻ നിരവധി അവസരങ്ങൾ, ഒരുപാട് അവസരങ്ങൾ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഉണ്ടാകും. സർക്കാരിനെ കടന്നാക്രമിക്കാൻ ഒട്ടേറെ വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ ആയുധ ശേഖരത്തിലുണ്ട്. സർക്കാരും ഈ വയനാട് DCC ട്രഷറുടെ ആത്മഹത്യ ഉൾപ്പെടെ വിഷയങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ചർച്ചയാക്കും. ബ്രൂവറി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ഇന്ന് സഭയിൽ വരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആരെങ്കിലും ഈ പ്രസംഗത്തിൽ മധ്യ ഇത് പറഞ്ഞാൽ മാത്രമേ അതെന്ന് ഒരു വിഷയമായി ഉയർന്നു വരികയുള്ളൂ. നാളെയോ മറ്റന്നാളോ പ്രതിപക്ഷം ഇത് ഔദ്യോഗികമായി തന്നെ അഴിമതി ആരോപണമായി ഉന്നയിക്കും. എഴുതിക്കൊടുത്ത് വേണം അഴിമതി ആരോപണങ്ങൾ സഭാ ചട്ടപ്രകാരം ഉന്നയിക്കേണ്ടത്. അങ്ങനെ ആ ചട്ടപ്രകാരം തന്നെ സഭയിൽ ബ്രൂവറി അനുവദിച്ചതിൽ അഴിമതിയുണ്ട് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കും. മിക്കവാറും നാളെ തന്നെയാകും അത് ഉണ്ടാവുക. മന്ത്രി MB രാജേഷിനെതിരെയാകും ആ ആരോപണം വരുന്നത്. ആദ്യം ഒരു അഴിമതി വിഷയമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ അല്ലാതെ സഭയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു പോകാൻ കഴിയില്ല. റൂൾ 50 അനുസരിച്ച് നോട്ടീസായോ അല്ലെങ്കിൽ മറ്റേത് വന്നാൽ അത് സ്പീക്കർ അനുവദിക്കുകയുമില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് ഈ വിഷയം ആ രീതിയിൽ ഉന്നയിക്കാതെ, റൂൾ 50 പോലും ഉന്നയിക്കാതെ അഴിമതി ആരോപണമായി ആദ്യം സഭയിൽ ഉന്നയിച്ച ശേഷം സർക്കാർ നടപടി എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ പിന്നീട് റൂൾ 50 അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പ്രതിപക്ഷം ആലോചിക്കുന്നത്. സ്വാഭാവികമായും വിഷയം വരുമ്പോൾ മന്ത്രി MB രാജേഷ് ലക്ഷ്യമിട്ട് തന്നെയാകും പ്രതിപക്ഷ നീക്കം. അദ്ദേഹം എക്സൈസ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ജില്ലയിലാണ് ഈ ബ്രൂവറി അനുവദിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ശ്രീജ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരിക്കൽ സർക്കാർ പിന്മാറിയതാണ്. ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു. സംസ്ഥാനത്ത് ബ്രൂവറി അനുവദിക്കാൻ തീരുമാനിച്ചു, അതിൽ വലിയ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്ന് ഉള്ള പ്രതിപക്ഷ ആരോപണം. അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ശക്തമായ സർക്കാരിനെതിരെ പ്രതിപക്ഷ രംഗത്ത് വന്നും ആദ്യമൊക്കെ സർക്കാർ പ്രതിരോധം തീർത്തു. പക്ഷേ പൊടുന്നനെ ഒരു വാർത്താ സമ്മേളനം, മുഖ്യമന്ത്രിയുടെ പതിവ് വാർത്താ സമ്മേളനം, അന്ന് മുഖ്യമന്ത്രി കുറച്ചുകൂടി ഇടയ്ക്കിടയ്ക്ക് വാർത്താ സമ്മേളനം വിളിക്കുമായിരുന്നു, കൃത്യമായ ഇടവേളകൾ വാർത്താ സമ്മേളനം വിളിക്കുമായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൻ്റെ മറ്റു തീരുമാനങ്ങൾ, മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിനിടെ പൊടുന്നനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ബ്രൂവറി തുടങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ തൽക്കാലം പിന്മാറുന്നു എന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി അന്ന് നടത്തി. അതോടുകൂടി ആ വിവാദങ്ങൾ കെട്ടടങ്ങി. ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഈ അവസാന വർഷങ്ങളിലേക്ക് പോകുമ്പോൾ വീണ്ടും ബ്രൂവറി അനുവദിച്ചതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ സംസ്ഥാനത്ത് നടക്കുകയാണ്. ആ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാത്തിലും വളരെ വല്ലാത്തൊരു തിടുക്കമുണ്ട് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഒയാസിസ് എന്ന കമ്പനിയെ മാത്രം ഈ അവർ മാത്രം ഈ വിവരം അറിഞ്ഞു? എങ്ങനെയാണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആരോപണ വിധേയമായ ഒരു കമ്പനി ഇവിടെയും വരുന്നത്? പഞ്ചാബിൽ അവിടുത്തെ സർക്കാർ ജലചൂഷണമടക്കം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പൂട്ടിച്ച ഒരു കമ്പനി ഇവിടെ വരുന്നത് മറ്റു ഇവിടുത്തെ ഡിസ്ട്രിക്റ്റുകളൊന്നും അറിഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് എലപ്പുള്ളി പഞ്ചായത്തിനെ അറിയിക്കാതെ ഇത്തരമൊരു നീക്കം സർക്കാർ നടത്തുന്നത്? എല്ലാത്തിലും സർവത്ര ദുരൂഹത എന്ന ഒരു ആരോപണമാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. എല്ലാം സുതാര്യമെന്ന മറുപടിയാണ് MB രാജേഷിൻ്റേത്. സ്വാഭാവികമായും സഭയിൽ ഈ വിഷയം ഉയർന്നു വരുമെന്ന് സർക്കാരും എക്സൈസ് മന്ത്രിയും പ്രതീക്ഷിക്കുന്നു. അവിടെ പറയേണ്ട മറുപടികൾ പറയാം. പ്രതിപക്ഷത്ത് ഒരു ഐക്യമില്ല. പ്രതിപക്ഷത്ത് ആരാണ് പ്രതിപക്ഷ നേതാവെന്നതിന് ചൊല്ലിയുള്ള തർക്കങ്ങളാണ്. അതുകൊണ്ടാണ് അടിക്കടി ഓരോ ദിവസവും പല വാർത്താ സമ്മേളനങ്ങളുമായി പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല രംഗത്ത് വരുന്നത്. അതിനെല്ലാത്തിനും മറുപടി പറയാൻ കഴിയില്ല. സഭയിൽ വരുമ്പോൾ മറുപടി പറയാം എന്നാണ് MB രാജേഷിൻ്റെ മറുപടി. ഏതായാലും അദ്ദേഹം മറുപടി പറയേണ്ടി വരുമെന്ന് ഉറപ്പാണ്. കാരണം പ്രതിപക്ഷം ഇതൊരു അഴിമതി ആരോപണമായി തന്നെ നിയമസഭയിൽ കൊണ്ടുവരും. മിക്കവാറും അത് നാളെയാകും ഈ വിഷയം സഭയിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത്, ആളിക്കത്താൻ പോകുന്നത്. ശരി അരുൺ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇന്ന് അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൽ സഭയെ പ്രക്ഷുബ്ധമാക്കാനിടയുള്ളത് കൂത്താട്ടുകുളത്തെ നാടകീയ സംഭവങ്ങളാണ്. അരുണിലേക്ക് വരാം. ആദ്യം നമുക്ക് ഈ സംഭവത്തിൽ എന്താണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്നത് ഡാനിയിൽ നിന്നറിയാം. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കൗൺസിലർ കലാരാജുവിന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. കോലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുക. കേസിൽ അറസ്റ്റിലായ CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 4 പേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി ഡാനി പോളും കൂടി ചേരുന്നുണ്ട്. ഡാനി, ഈ വിഷയത്തിൽ നാടകീയമായ സംഭവ വികാസങ്ങളാണ് അവിടെ നടന്നത്. ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് തട്ടിക്കൊണ്ടുപോയി എന്നൊരു കൗൺസിലർ ആരോപിക്കുന്നു. ക്രൂരമായ മോശമായ പെരുമാറ്റത്തിനിരയായി എന്ന് ആരോപിക്കുന്നു. അതാണ് അവിടെ സംഭവം. ഇതെന്തായാലും നിയമസഭയിലും വരുമെന്ന് ഉറപ്പാണ്. ഇന്നിപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ തീർച്ചയുണ്ടോ? ശ്രീജ, ഇന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അവർ തന്നെ നൽകിയ ഒരു അപേക്ഷയിൽ ഇന്നാണ് കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 അവരോട് കോലഞ്ചേരി JFCM ഹാജരാകാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2ക്ക് ഹാജരായി മൊഴി നൽകുക എന്നതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ കലാരാജു ആശുപത്രിയിൽ ചികിത്സയിലാണ്. അന്ന് ആശുപത്രിയിൽ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതുവരെയും
അവർ ആശുപത്രിയിൽ നിന്ന് വിടുതലായിട്ടില്ല. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെയും അവരോട് സംസാരിക്കുമ്പോൾ ഇന്ന് കോടതിയിലേക്ക് പോവുക, ഇതിൽ തനിക്ക് പറയാനുള്ളത് കോടതി മുൻപാകെ പറയാമെന്നതാണ് അവർ പറയുന്നത്. കാരണം അവിടെ പോലീസിൽ നിന്ന് തനിക്ക് നീതി ലഭിച്ചില്ല എന്നതാണ് അവർ പറയുന്നത്. മൂവാറ്റുപുഴ DYSP പക്ഷപാതപരമായി പെരുമാറിയെന്ന് പറയുന്നു. ഇവരുടെ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ DYSP ഈ അന്വേഷണത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആലുവ DYSP ആണ് ഇപ്പോൾ ഇതിന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും ഇവരുടെ അപേക്ഷ അനുവദിച്ചുകൊണ്ടാണ് കോടതി ഇന്ന് ഉച്ചയ്ക്ക് അവരോട് കോടതിയിൽ ഹാജരാകുക, സമൻസ് നൽകിയിട്ടുണ്ട്, ഹാജരാകുക, അതിനുശേഷം മൊഴി രേഖപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. എന്നാൽ അവരുടെ ഒരു ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമായതിനു ശേഷം മാത്രമായിരിക്കും കോടതിയിലേക്ക് പോവുക എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് രാവിലെ ഡോക്ടറുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും അതിനൊരു അന്തിമ തീരുമാനത്തിലേക്ക് വരിക. എങ്കിലും അവർ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ന് കോടതിയിലേക്ക് തന്നെ എത്തുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഏറ്റവും നിർണായകമായൊരു നീക്കം തന്നെയായിരിക്കും അത്. തുടക്കം മുതൽ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. തനിക്കെതിരെ സ്ത്രീത്വത്തിനെതിരെ നടന്ന കയ്യേറ്റമാണ്, നിരവധിയായ പീഡകളും എല്ലാം തന്നെ ഏൽക്കേണ്ടി വന്നു. പക്ഷേ പരാതിയുടെ സ്വഭാവം ഈ രീതിയിലേക്ക് മാറിയിട്ടും വകുപ്പുകളിൽ വലിയ രീതിയിലുള്ളൊരു വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതടക്കം അവരൊരു പരാതിയായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ കേസിൻ്റെ ഒരു സ്വഭാവം തന്നെ ഒരു മാറുന്ന രീതിയിലേക്ക് പോകുന്നു. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 4 പേരാണ് പിടിയിലായിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർ നടപടികൾ ഇന്നുണ്ടാകും. കൂടുതൽ CPM നേതാക്കൾ, പ്രത്യേകിച്ച് ഏരിയ സെക്രട്ടറിക്കെതിരെ അടക്കം കേസെടുത്തിട്ടുണ്ട്. 4 വ്യത്യസ്ത കേസുകളിലായി UDF-ലെയും LDF-ലെയുമായിട്ട് 150ഓളം പേർക്കെതിരെയാണ് കേസുള്ളത്. ഇതിൽ അനൂപ് ജേക്കബ് MLA-യും ഈ കേസിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ്. റോഡ് ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് എടുത്ത കേസിലാണ് അനൂപ് ജേക്കബിൻ്റെ പേരുള്ളത്. കലാരാജുവിൻ്റെ മകൾ നൽകിയ പരാതിയിലാണ് CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് വന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങും. അതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായിട്ട് ഈ മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് CPM-ൻ്റെ ഒരു വിശദീകരണ പരിപാടി കൂടി ഇന്ന് വൈകിട്ട് കൂത്താട്ടുകുളത്ത് നടത്തും. ഏതായാലും ഇത് വളരെ സജീവ രാഷ്ട്രീയ വിഷയമായി സംസ്ഥാനത്ത് മാറിയിരിക്കുന്ന ഒരു പ്രാദേശിക വിഷയമല്ല. അതിൻ്റെ മാനങ്ങളിൽ നിന്ന് വലിയ രീതിയിലേക്ക് ഇത് മാറിയിരിക്കുന്നു. തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. അവിശ്വാസ പ്രമേയം അതിജീവിക്കാൻ ഏത് അറ്റം വരെയും CPM പോകും എന്നതിന്റെ തെളിവാണ് ഈ സംഭവം എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ശരി, ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ഡാനി പറഞ്ഞു നിർത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു പ്രാദേശിക വിഷയം എന്നതിൽ നിന്ന് മാറി ഇത് സംസ്ഥാന തലത്തിൽ തന്നെ UDF ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറും. ഒരു അവിശ്വാസ പ്രമേയം, ഒരു നഗരസഭയിലെ ഒരു അവിശ്വാസ പ്രമേയത്തിൽ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു കൂട്ടം എന്ന നിലയ്ക്കായിരിക്കും പ്രതിപക്ഷം ഇത് കൊണ്ടുവരിക. സാധാരണഗതിയിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് എപ്പോഴും നേതൃത്വം നൽകുന്ന മാത്യു കുഴൽനാടൻ അല്ലെങ്കിൽ അനൂപ് ജേക്കബ് പോലെയുള്ളവരൊക്കെ ഇതിലൊരു വശത്ത് വളരെ സ്റ്റേണായി നിൽക്കുന്നുമുണ്ട്. നിയമസഭയിൽ ഇത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരാൻ സാധ്യതയുണ്ട്? ശ്രീജ, ഇന്ന് സഭയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായി ഇത് വരുമെന്ന് ഉറപ്പാണ്. ചട്ടം 50 അനുസരിച്ച്, റൂൾ 50 അനുസരിച്ച് അനൂപ് ജേക്കബാണ്, അതായത് ഡാനി റിപ്പോർട്ട് ചെയ്തതുപോലെ UDF-നെതിരെ, അവിടുത്തെ പ്രതിപക്ഷത്തിനെതിരെ സർക്കാർ എടുത്ത കേസുകളിലെ പ്രതി കൂടിയായ അനൂപ് ജേക്കബ് MLA ആണ് ഈ വിഷയം സഭയിൽ ചട്ടം 50 അനുസരിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത് ഇന്ന് സഭയിൽ ശക്തമായ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. CPM-നെതിരെ ഇങ്ങനെ ഒരു നഗരസഭാ ഭരണം നിലനിർത്താൻ ഇത്ര സ്വന്തം പാർട്ടിയുടെ കൗൺസിലർ അടക്കം തട്ടിക്കൊണ്ടുപോയി അവർക്കെതിരെ ക്രൂരമായ മർദ്ദനം, അവരെ സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന തരത്തിൽ അവരോട് പെരുമാറി തുടങ്ങിയ വലിയ ആരോപണങ്ങളാണ് CPM നേതൃത്വത്തിനെതിരെ, CPM-ന്റെ പ്രവർത്തകർക്കെതിരെ കൂത്താട്ടുകുളത്ത് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ വിഷയം പ്രതിപക്ഷം ഇന്ന് സഭയിൽ കൊണ്ടുവരും. മുഖ്യമന്ത്രി പിണറായി വിജയനാകും മറുപടി പറയേണ്ടി വരിക. അദ്ദേഹം തന്നെ പറയുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിമാരെ, തദ്ദേശ മന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിമാരെ മറുപടി പറയാൻ ഏൽപ്പിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടാണ് അനൂപ് ജേക്കബ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർക്കും ഇതിൽ സംസാരിക്കാൻ ഒരുപക്ഷെ അവസരം നൽകിയേക്കും. ഈ സഭാ സമ്മേളനത്തിൻ്റെ, ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ അവസരമാണ് പ്രതിപക്ഷത്തിന് റൂൾ 50 അനുസരിച്ച് ചർച്ച ചെയ്യാനുള്ള. ഇന്നലെ കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന ഗവർണറുടെ പ്രസംഗമായിരുന്നു വെള്ളിയാഴ്ച. ഇന്നലെ അത് മൻമോഹൻ സിംഗിൻ്റെ ചരമോപചാരത്തിന് മാത്രമാണ് ചേർന്നത്. ഇന്നാണ് സഭ
കൃത്യമായ നടപടികളിലേക്ക് ചോദ്യോത്തരവേള ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും റൂൾ 50 ശ്രദ്ധ ക്ഷണിക്കൽ മുതലുള്ള ശൂന്യവേളയിലാണ് സഭാ നടപടികൾ ഇനിയുള്ള 3 ദിവസവും തുടങ്ങുക. അതിൽ തന്നെ ഇന്ന് 10 മണിക്ക് ഈ റൂൾ 50 അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകാൻ പ്രതിപക്ഷത്തിന് അവസരമുണ്ടാകും. അവിടെ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും. സ്വാഭാവികമായും അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് റൂൾ 50 നോട്ടീസ് നൽകേണ്ടത്. പ്രതിപക്ഷം ഇന്ന് ഉന്നയിക്കാൻ പോകുന്നതും അത്തരമൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ്. 2 ദിവസം മുമ്പ് മാത്രം നടന്ന വിഷയം. അത് ശക്തമായ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഒരു നഗരസഭയിൽ മാത്രം ഒതുങ്ങേണ്ട അല്ലെങ്കിൽ ഒരു പ്രാദേശിക വിഷയമായി മാത്രം മാറേണ്ടത് ഇപ്പോൾ സംസ്ഥാനം മൊത്തം ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷം ആ രീതിയിൽ ഏറ്റെടുക്കുകയാണ്. CPM-നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കൂത്താട്ടുകുളം നഗരസഭയിലെ CPM കൗൺസിലറുടെ നീക്കങ്ങൾ നിയമസഭയിലും നിറഞ്ഞു നിൽക്കും. എങ്ങനെ സർക്കാർ അതിന് മറുപടി പറയും, എന്തായാലും സർക്കാർ പ്രതിരോധമെന്നാണ് ഇനി അറിയേണ്ടത്. ശരി, അരുൺ, ഡാനി ഇവരാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൂത്താട്ടുകുളത്തെ പ്രാദേശികമായ ഒരു വിഷയം അത് വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ പ്രതിപക്ഷ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരൊക്കെ തന്നെയാണ് ഈ വിഷയത്തിൽ വളരെ ഇൻവോൾവ് ആയി നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇന്ന് നിയമസഭയെ പ്രക്ഷുബ്ധമാക്കാൻ എന്തായാലും ഈ വിഷയം ഉന്നയിക്കും. റൂൾ 50 പ്രകാരം ഒരു 10 മണിയോടെ നിയമസഭ ബജറ്റ് സമ്മേളനത്തിൽ ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദിപ്രമേയ ചർച്ച അതാണ് ഇന്ന് സഭയുടെ ബിസിനസ് എങ്കിലും ഇത് ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമരം ചെയ്ത വൈദികരുമായി ഇന്ന് ചർച്ച നടക്കും. മെത്രോപൊളിറ്റൻ വികാരിയായി ചുമതലയേറ്റ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയാണ് ചർച്ച നടത്തുക. സമരം ചെയ്ത വൈദികർക്കെതിരെ ഉള്ള നടപടികൾ അവസാനിപ്പിക്കുക, ഭരണസമിതികൾ പുനഃസംഘടിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങളായി അൽമായ മുന്നേറ്റവും വൈദികരും മുന്നോട്ട് വെക്കുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഡാനി, ഈ വൈദികരുമായുള്ള ഈ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു താൽക്കാലിക ആശ്വാസം മാത്രമേ അന്ന് സംഭവിച്ചിട്ടുള്ളൂ പാംപ്ലാനിയുമായുള്ള ചർച്ചയിൽ. എപ്പോൾ വേണമെങ്കിലും വീണ്ടും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു അസംതൃപ്തി അല്ലെങ്കിൽ സംഘർഷാവസ്ഥ അതിപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാവുക എന്നതാണ്. ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു പരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ടോ? ശ്രീജ പറഞ്ഞതുപോലെ ഇത് എപ്പോൾ വേണമെങ്കിലും അവിടെ ബഹളങ്ങൾ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയാണ് മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം. കാരണം അവിടെ ഒരു അസഹിഷ്ണുതയുടെ ഒരു മുനമ്പ് തന്നെയാണ്. ഏതു സമയവും വിഷയങ്ങൾ ഉണ്ടാകാമെന്നതാണ്. താൽക്കാലികമായി ഈ വിഷയങ്ങൾ അന്ന് അർദ്ധരാത്രിയിൽ നടത്തിയ ചർച്ചയിൽ മറ്റൊരു ദിവസത്തേക്ക് ചർച്ചയാകാമെന്നൊരു ധാരണയിലാണ് അന്നവിടെ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. ചർച്ചയിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പിന്മാറ്റം ഉണ്ടാകുന്നത്. ഇന്നലെയാണ് ചർച്ച നടത്താൻ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുമായി തീരുമാനിച്ചിരുന്നെങ്കിലും ബിഷപ്പിൻ്റെ ഒരു അസൗകര്യം കണക്കിലെടുത്ത് അത് ഇന്നത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത തന്നെ ബിഷപ്പ് ഹൗസിലാണ് ഈ ചർച്ച നടക്കുന്നത്. കാരണം പാംപ്ലാനി ഇപ്പോൾ മെത്രാപ്പൊളിറ്റൻ വികാരിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. അപ്പോൾ അവിടെ വെച്ച് ചർച്ച നടത്തുന്നു എന്നതാണ്. 21 വൈദികർ സമരത്തിനുണ്ടായിരുന്ന അന്ന് പോലീസ് നടപടി നേരിട്ട വൈദികരോടാണ് സംസാരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അവർക്ക് പ്രധാനമായും ഉന്നയിക്കാവ് എന്ത് ആവശ്യത്തിനാണ്, എന്ത് കാരണങ്ങൾ കൊണ്ട് ഇവിടേക്ക് സമരവുമായി എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ വിശദീകരിക്കും. പോലീസ് നടപടിയിൽ അവർ നേരിട്ട വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും അവർ ഉന്നയിക്കുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ അതിരൂപതയുടെ ഭരണസമിതികളാണ്. ഭരണസമിതികൾക്കെതിരെ വലിയ വികാരമാണ് ഒരു വലിയ ബഹുഭൂരിപക്ഷം വൈദികർക്കും വലിയൊരു വിഭാഗം വിശ്വാസികൾക്കുമുള്ളത്. അത് ജോസഫ് പാംപ്ലാനിയെ ധരിപ്പിക്കുക എന്നതാണ്. അതിൽ പക്ഷേ അത്തരം കാര്യങ്ങൾ പുനഃസംഘാടനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് പിരിച്ചുവിട്ട മറ്റൊന്ന് രൂപീകരിക്കുക എന്നെല്ലാം പറയുന്നത് സിനഡിൽ നിക്ഷിപ്തമായ ഒരു ചുമതലകളും അവർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുമാണ്. നിലവിൽ ഇപ്പോൾ ഒരു ശീതകാല സിനഡ് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അപ്പോൾ പിന്നെ ഒരു അടിയന്തര പ്രാധാന്യം ഉണ്ടെങ്കിൽ അത്തരം ഒരു പെർമനൻറ്റ് സിനഡ് വിളിച്ചു ചേർത്തിട്ട് അതിലേക്കെല്ലാം തന്നെ പോകുന്നു. അത് കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾക്ക് മുന്നൊരുക്കങ്ങളും സമയവും എടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലെന്തെല്ലാം കാര്യങ്ങൾ മെത്രാപ്പൊലിത്തൻ വികാരിയുടെ ചുമതല മാത്രമുള്ള ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്ക് ചെയ്യാൻ കഴിയുമെന്നതാണ് ശ്രദ്ധേയം. അത്തരം കാര്യങ്ങൾക്ക് അദ്ദേഹം നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിയൂ, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. എങ്കിൽ കൂടിയും ജോസഫ് പാംപ്ലാനിയുടെ നേതൃത്വത്തിൽ നേരത്തെയും നടത്തിയ ചില സമവായ നീക്കങ്ങൾ തന്നെ ഇടക്കാലത്ത് ഉണ്ടായിരുന്ന വലിയ വിഷയങ്ങൾ കുറച്ചെങ്കിലും പരുവപ്പെടുത്താൻ, കുറച്ചെങ്കിലും ശാന്തതയിലേക്ക് കൊണ്ടുവരാൻ സഹായകരമായിട്ടുണ്ട്. അതുമാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ നിയമനം സഹർഷം
ഇവിടെയുള്ള വൈദികരും വിശ്വാസികളും സമരം ചെയ്തവർ സ്വാഗതം ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷം അവിടെ അവർക്കിടയിലുണ്ട്. അത് എത്ര കണ്ട ഈ ചർച്ചകളിലേക്ക് ഉതകുന്നു എന്നതാണ് നോക്കുന്നത്. അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ എന്തിലെല്ലാം കഴിയുമെന്നതും ഇവർ എന്തെല്ലാം ആവശ്യങ്ങളിൽ മുറുകെ പിടിക്കുന്നു എന്നതുമാണ്. അത്തരം വിഷയങ്ങളിലെ ഏതെങ്കിലും രീതിയിലുള്ള വിട്ടുവീഴ്ചകളിലേക്ക് നീങ്ങിയാൽ മാത്രമേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ഒരു സമാധാനം പുലരുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകും. അല്ല എങ്കിൽ വീണ്ടും അതൊരു സമരമുഖമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവർക്കെതിരെ എടുത്തിട്ടുള്ള പോലീസ് കേസുകളുണ്ട്, ജാമ്യമില്ലാ വകുപ്പുകൾ ചിലതിനുണ്ട്. അതിനെല്ലാം ഏത് രീതിയിൽ സഭ ഇടപെടാൻ പോകുന്നു, അല്ലെങ്കിൽ ആ കേസുകൾ പിൻവലിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. പോലീസിനെ ആക്രമിച്ച കേസിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടികൾ അവരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ധാരണയുണ്ടാകും. പക്ഷേ അത് ഒറ്റ ചർച്ച ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ്. ഒരുപക്ഷെ ചർച്ചകളുടെ ഒരു തുടക്കമായിരിക്കാം ഇന്ന് സംഭവിക്കുന്നത്. ശ്രീജ, പ്രതീക്ഷയോടെ തന്നെ വിശ്വാസികളും അല്ലെങ്കിൽ വിമത പക്ഷത്ത് നിൽക്കുന്ന വൈദികരും എല്ലാം ഈ ചർച്ചകളെ കാണുന്നുണ്ട്. സംഘർഷരഹിതമായി തന്നെ ഒരു സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോകട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം. ട്രംപ് 2.0 സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് നോക്കാം. പ്രധാന വാർത്തകൾ. ട്രംപിന്റെ സ്ഥാനാരോഹണമുടൻ ചടങ്ങിന് സാക്ഷിയാകാൻ ലോക നേതാക്കളും വ്യവസായ പ്രമുഖരും. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് വൈറ്റ് ഹൌസിലെത്തി ബൈഡനെ കണ്ടു. അധികാരമേറ്റെടുത്തതിന് പിന്നാലെ 100-ലേറെ ഉത്തരവുകളിൽ ഒപ്പുവെച്ചേക്കും. മംഗളൂരു ബാങ്ക് കവർച്ചയിൽ 3 പ്രതികൾ പിടിയിൽ. അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ പിടിയിലായത് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ വെച്ച്. കൊള്ളയ്ക്കുപയോഗിച്ച വാഹനവും ആയുധങ്ങളും കണ്ടെടുത്തു. 10 കോടി കവർന്ന 5-അംഗ സംഘത്തിലെ 2 പേർക്കായി അന്വേഷണം. സംസ്ഥാനത്ത് വീണ്ടും ലഹരി കൊലപാതകം. തിരുവനന്തപുരം കിളിമാനൂരിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലിരുന്ന അച്ഛൻ മരിച്ചു. ഹരികുമാറിനെ ആശുപത്രിയിൽ എത്തിച്ചത് ബൈക്ക് അപകടമെന്ന വ്യാജേന. കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മകൻ ആദിത്യകൃഷ്ണൻ കസ്റ്റഡിയിൽ. കാമുകനെ കഷായത്തിൽ വിഷം കലർത്തിക്കൊന്ന ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. അതിസമർത്ഥമായ കൊലപാതകം നടത്തിയ പ്രതി ദയാർഹിക്കുന്നില്ലെന്ന് കോടതി. അമ്മാവൻ നിർമ്മൽ കുമാറിന് 3 വർഷം തടവ്. നിർവികാരിയായി വിധി കേട്ട് ഗ്രീഷ്മ. പൊട്ടിക്കരഞ്ഞ ഷാരൂണിന്റെ കുടുംബം. വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്തതായി നമ്മൾ പോകുന്നത് പാലക്കാടേക്കാണ്. പാലക്കാട് CPM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് ചിറ്റൂരിൽ തുടക്കമാവുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ കൊഴിഞ്ഞാമ്പാറയിലെ വിമത നീക്കം ഉൾപ്പെടെ ചർച്ചയാകും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായിരിക്കും സമ്മേളന നടപടികൾ ഉദ്ഘാടനം ചെയ്യുക. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് വരുന്നത്. അവിടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. വോട്ട് ചോർച്ച ഉൾപ്പെടെ പല വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും. അന്ന് എടുത്ത തീരുമാനം, സരിനെ കൊണ്ടുവരാനുള്ള തീരുമാനം ശരിയായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എത്രത്തോളം സംഭവബഹുലമായിരിക്കും പാലക്കാട്ടെ ജില്ലാ സമ്മേളനം? ഗുഡ് മോർണിംഗ് ശ്രീജ. പാലക്കാട് CPM ജില്ലാ സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. MV ഗോവിന്ദനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു സമ്മേളനത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നത് PK ശശി ഇല്ലാത്ത ഒരു ജില്ലാ സമ്മേളനം എന്നുള്ളതാണ്. അദ്ദേഹം ഇല്ലാതെ ഒരു ജില്ലാ സമ്മേളനം കാലങ്ങൾക്ക് ശേഷമാണ് പാലക്കാട് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭാവം തന്നെയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. PK ശശി വാദമെല്ലാം തന്നെ ഇനിയിപ്പോൾ സമ്മേളനത്തിൽ ചർച്ചയാവുകയോ ഇല്ലയോ എന്ന് പറയാനാകില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അഭാവം ആണ് ഈ ഒരു സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതായിട്ട് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാവട്ടെ, അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാകട്ടെ, CPM-ന്റെ പ്രകടനം അതും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ചയാകും. ആലത്തൂര് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ ക്രെഡിറ്റ് പാലക്കാട് CPM-ന് കൂടി അവകാശപ്പെടുന്നതാണെങ്കിൽ പോലും പാലക്കാടും അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞില്ല. P. സരിനെ
ഒരു സുപ്രഭാതത്തിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതിനൊക്കെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സഹകരിപ്പിക്കുകയല്ല ആദ്യം തന്നെ പാർട്ടിയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അത് ഒരു പാർട്ടിയിലെ വലിയൊരു വിഭാഗം അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എൻ കൃഷ്ണദാസിൻ്റെ പരാമർശങ്ങൾ, അതേപോലെ തന്നെ സരിനെതിരെ ഇ.പി. ജയരാജൻ്റെ പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞ് ആ ദിവസം പുറത്തിറങ്ങിയ വിമർശനങ്ങൾ, ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ഈ ഒരു സമ്മേളനത്തിലും ചർച്ചയാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ സുരേഷ് ബാബു അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു തവണ മാത്രമേ പൂർത്തിയാക്കിയുള്ളൂ. അദ്ദേഹത്തിന് ഒരു തവണ കൂടി അവസരം കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആലത്തൂരിലെ തെരഞ്ഞെടുപ്പ് വിജയവും അതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞതും ആശ്വാസകരമായ സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ സുരേഷ് ബാബു സെക്രട്ടറി സ്ഥാനത്ത് തന്നെ തുടരാനുള്ള സാധ്യതകളാണ് തന്നെ കാണുന്നത്. എന്നാണെങ്കിലും ഈ വിഷയങ്ങളൊക്കെ തന്നെയാകും ജില്ലാ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ചൂടൻ ചർച്ചാ വിഷയങ്ങളാവുക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പഴയ പോലെ വിഭാഗീയതയൊന്നും ഈ ഘട്ടത്തിൽ എവിടെയും ഉയർന്നു വരാത്ത സാഹചര്യത്തിൽ മറ്റ് വിവാദ വിഷയങ്ങൾ, സമകാലീന രാഷ്ട്രീയ വിവാദ വിഷയങ്ങൾ കൂടി ഒരുപക്ഷെ ജില്ലാ സമ്മേളനത്തെ ചൂടുപിടിപ്പിച്ചേക്കാം. ശരി, CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് CPM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. സമ്മേളനത്തെ ചൂടുപിടിപ്പിക്കാൻ വേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ തന്നെ, പക്ഷേ ശശി ഇല്ലാത്ത സമ്മേളനം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത സമ്മേളനം എന്നതായിരിക്കും ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാന പ്രത്യേകത. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവരുടെ പട്ടികയ്ക്ക് അംഗീകാരം കിട്ടിയിരിക്കുന്നു. ഇതുവരെയും തിരിച്ചറിയാത്ത 32 പേരുടെ പട്ടികയാണ് ഇപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചത്. അനുമോദ് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ നൽകും. അനുമോദ്, കഴിഞ്ഞ ദിവസം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇവർക്ക് ഈ പട്ടികയിലുള്ളവരെ മരിച്ചവരായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബാക്കി നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന്. ഇപ്പോൾ ഈ 32 പേരുടെ പട്ടികയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, കഴിഞ്ഞ തവണ റവന്യൂ മന്ത്രി വയനാട് നടത്തിയ അവലോകന യോഗത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞത് കാണാതായ ആളുകളെ മരിച്ചവരായി കണക്കാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വേഗം പൂർത്തിയാക്കുന്നു. കാരണം ഈ ഒരു ദുരന്തത്തിൻ്റെ ഇരകളായവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇവരെക്കുറിച്ച് ഈ DNA പരിശോധനകളിൽ ഫലം ലഭിക്കാത്ത സാഹചര്യം, അവരെക്കുറിച്ചുള്ള തെരച്ചിൽ എവിടെയും നടക്കാത്ത സാഹചര്യം, അത്തരത്തിൽ വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നു. അപ്പോൾ കാണാതായവരെ ഇത്രയും കാലയളവിലെ തെരച്ചിലിന് ശേഷം അവരെ മരിച്ചതായി കണക്കാക്കുമെന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. അവർക്ക് മരണ സർട്ടിഫിക്കറ്റ് അവരുടെ ബന്ധുക്കൾക്ക് നൽകാനുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. അതെല്ലാം തന്നെ സമയബന്ധിതമായിട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൂർത്തീകരിച്ചിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമുക്ക് ലഭ്യമായ കണക്കുകൾ പ്രകാരം 298 പേരാണ് ഇതുവരെയും മരിച്ചതായിട്ട് സർക്കാരിൻ്റെ കണക്കിൽ ഉള്ളത്. അതിൽ 167 പേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. 99 പേരെ നേരത്തെ DNA പരിശോധനയിലാണ് തിരിച്ചറിഞ്ഞത്. അതിനുശേഷമാണ് ഇപ്പോൾ വന്ന 32 പേരുടെ കൂടി മരണം. അത് അവരെ കാണാതായവരുടെ പട്ടികയിലുണ്ടായിരുന്നവരും അവരെ മരിച്ചവരുടെ പട്ടികയിലേക്ക് അല്ലെങ്കിൽ മരിച്ചവരായി കണക്കാക്കാനുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇത് സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളരിമല വില്ലേജ് ഓഫീസർ, മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി, മേപ്പാടി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ ലിസ്റ്റാണ് ഇപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ളത്. ഇനി ഇവരെ മരിച്ചവരായി കണക്കാക്കിയിട്ടുള്ള സർക്കാരിൻ്റെ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും മറ്റും ഈ കുടുംബങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. മരണ സർട്ടിഫിക്കറ്റും ഏറെ വൈകാതെ ഈ കുടുംബങ്ങൾക്ക് ലഭിക്കും. ഈ ദുരന്തത്തിൻ്റെ ഇരകളായവരുടെ കുടുംബങ്ങളുടെ ദീർഘകാലത്തെ മാസങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ പ്രായോഗിക വിവരങ്ങൾ നൽകിയത്. ഈ ദുരന്തം നടന്ന് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കുകയാണ്. കാണാതായവരുടെ പട്ടിക ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞു. ഇവർക്കിനി ഇവരെ മരിച്ചവരായി കണക്കാക്കിക്കൊണ്ട് കുടുംബത്തിനുള്ള ആനുകൂല്യങ്ങളെല്ലാം ഉടൻ തന്നെ സർക്കാർ ലഭ്യമാക്കും. വയനാട്ടിൽ നിന്ന് പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചനെ വൈകാതെ തന്നെ മാറ്റിയേക്കുമെന്നതാണ്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നേതൃത്വത്തിന്റെ നിർണായക നീക്കം. അതിനിടെ KPCC അധ്യക്ഷൻ K. സുധാകരൻ NM വിജയന്റെ കുടുംബാംഗങ്ങളെ ഇന്ന്
അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ട് KPCC ട്രഷറർ സ്ഥാനത്തേക്ക് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ N. സുബ്രഹ്മണ്യനെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇപ്പോൾ നേതൃതലത്തിൽ സജീവമായിട്ടുണ്ട്. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് കേസെടുക്കുകയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തതിന് പിന്നാലെയാണ് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചനെ മാറ്റുന്ന കാര്യം നേതൃത്വം സജീവമായി പരിഗണിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിലെ DCC അധ്യക്ഷനെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഹൈക്കമാൻഡ് നേതൃത്വവും ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. അതേസമയം കേസിലെ കൂട്ടുപ്രതിയായ IC ബാലകൃഷ്ണനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ വയനാട്ടിൽ നിന്ന് തന്നെയുള്ള യുവ കോൺഗ്രസ് നേതാവിന് പങ്കുള്ളതായാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പാർട്ടി ജില്ലാതലത്തിൽ സ്വാധീനമുറപ്പിക്കാനുള്ള അവസരമാക്കി യുവ നേതാവ് നിലവിലെ പ്രതിസന്ധിയെ ഉപയോഗിക്കുകയാണെന്നും നേതൃത്വത്തിന് വിമർശനമുണ്ട്. അതിനിടെ ND അപ്പച്ചനെ തിടുക്കത്തിൽ മാറ്റേണ്ടെന്നും പുനഃസംഘടനയുടെ ഭാഗമായുള്ള സ്വാഭാവിക മാറ്റമെന്ന സന്ദേശം നൽകി നടപടി ഉറപ്പാക്കിയാൽ മതിയെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. അപ്പച്ചനെ തിടുക്കത്തിൽ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾക്ക് അദ്ദേഹം മുതിർന്നേക്കുമെന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനായി KPCC നേതൃത്വം കാത്തിരിക്കുന്നതും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതാപചന്ദ്രൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് ഒഴിവുവന്ന KPCC ട്രഷറർ സ്ഥാനത്തേക്ക് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ N. സുബ്രഹ്മണ്യനെ പരിഗണിക്കുന്ന കാര്യവും നേതൃത്വത്തിന്റെ ആലോചനയിലുണ്ട്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇനി തുടക്കത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നമ്മുടെ നാട്ടിൽ റോഡ് സുരക്ഷ എന്നത് വലിയ ആശങ്കയായി മാറുന്ന ഒരു കാലമാണ്. റോഡിൽ ഇറങ്ങുമ്പോൾ സുരക്ഷിതമായി തിരിച്ച് നമ്മൾ പുറപ്പെട്ടയിടത്ത് എത്തുമെന്ന് ഉറപ്പില്ലാത്ത അത്രയും ആശങ്കയുണ്ടാവുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങനെ റോഡുകളെ സുരക്ഷിതമാക്കാം, ഡ്രൈവിംഗ് സുരക്ഷിതമാക്കാം എന്ന ചർച്ചകളൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ന്യൂസ് 18 ഒരു വലിയ ക്യാമ്പയിന് തുടക്കമിടുകയാണ്. ആ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഒരു സുപ്രധാനമായ പ്രഖ്യാപനം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസിന് 2 വർഷത്തെ പ്രൊബേഷണറി കാലയളവ് ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിക്കുകയാണ്. ഇതിനിടെ 6 അപകടങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ലൈസൻസ് റദ്ദു ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് അപകടത്തിൽപ്പെട്ടാൽ 5 വർഷത്തേക്ക് പിന്നെ ഇന്ത്യയിൽ ഒരിടത്തു നിന്നും ലൈസൻസ് എടുക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ അവബോധ പരിപാടിയിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കേരളത്തിൽ റോഡപകടങ്ങൾ അവസാനിപ്പിക്കണമെന്നത് തന്റെ വാശിയാണ്. ആ വാശിയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാണ് ഗതാഗത രംഗത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ മന്ത്രി വിശദീകരിച്ചത്. ലൈസൻസിന് 2 വർഷത്തെ പ്രൊബേഷൻ ഏർപ്പെടുത്തും. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ലൈസൻസ് എടുത്താലും ഇവിടെ വീണ്ടും ഡ്രൈവിംഗ് പാഠവും പരിശോധിക്കും. നാട്ടിൽ പോയി ലൈസൻസ് എടുക്കുന്നത് നമ്മൾ ഇവരല്ല, ഇന്ത്യയിൽ എവിടെ നിന്നും എടുക്കാം. പക്ഷെ കേരളത്തിലോട്ട് അഡ്രസ്സ് ഇല്ലാത്ത അവിടുത്തെ അഡ്രസ്സ് വെച്ച് ഇവിടെ വന്ന് വണ്ടി ഓടിച്ചാൽ ഡ്രൈവറെ ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യും. അതിനുള്ള അവകാശം നിയമത്തിൽ പറഞ്ഞിരുന്നു. തീരെ അങ്ങ് പറ്റിക്കരുതല്ലോ. ഈ പറയുമ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ അങ്ങനെ ആണെങ്കിൽ എല്ലാവരും അങ്ങ് പാലക്കാടും തമിഴ്നാട്ടിൽ പോകും. ഇപ്പൊ എത്ര പേര് പാലക്കാടും തമിഴ്നാട്ടിൽ പോയി ലൈസൻസ് എടുക്കുന്നത്? ചുണയുടെ എടുത്തോണ്ട് വന്നേ. എടുത്തോണ്ട് വരുമ്പോൾ വേറെ കുഴപ്പമൊന്നും ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ഒന്നുകൂടി ഓടിച്ച് കാണിച്ചാൽ മതി. RTO എടുത്ത് വരണം. അപ്പൊ MP എടുത്ത് പോയാൽ പോരാ, RTO എടുത്ത് വന്നിട്ട് ഒന്നുകൂടി ഓടിച്ച് കാണിച്ചിട്ട് ലൈസൻസുമായിട്ട് നടക്കാം. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളിലും കർശന നടപടികൾ ഉണ്ടാകും. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ തന്നെ ആദ്യത്തെ 2 വർഷം പ്രൊബേഷനായിട്ട് പ്രഖ്യാപിക്കണം. സ്റ്റിക്കർ കൊടുക്കും, P1 എന്നൊരു സ്റ്റിക്കർ കൊടുക്കും. അതായത് പ്രൊബേഷൻ ലൈസൻസ് കിട്ടി ഇപ്പൊ L ബോർഡ് കൊടുക്കില്ലേ നമ്മൾ വണ്ടിക്കകത്ത്, അതുപോലെ P1 എന്ന് കൊടുത്താൽ ഡ്രൈവിംഗ് പഠിച്ചിട്ട് 1-ാം വർഷമായിട്ടുള്ളൂ 2-ാം വർഷം. ഈ 1-ാം വർഷത്തിനും 2-ാം വർഷത്തിനും ഇടയിൽ 6 ഒഫൻസുകൾ മാർക്ക് ചെയ്താൽ ആ ലൈസൻസ് റദ്ദാക്കും. കാറുകളിൽ കൂളിംഗ് പേപ്പർ ഒട്ടിക്കുന്നതിനോട് യോജിപ്പാണ്. എന്നാൽ കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ കാറിന്റെ മുൻഭാഗത്ത് കൂളിംഗ് പേപ്പർ അനുവദിക്കില്ല. ഗ്ലാസുകളിൽ 50% വരെ വിസിബിലിറ്റി മതിയാകത്തേക്ക്. ഫ്രണ്ടിലും ബാക്കിലും 70% പറഞ്ഞു. ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ AI ക്യാമറയ്ക്ക് പോലും കിട്ടൂല. ആ പരിപാടി അവതരിപ്പിക്കുന്നതല്ല. പുറകിൽ നിങ്ങൾ 70% വിസിബിലിറ്റി ഉള്ള ഒട്ടിച്ചുള്ളൂ. ഫ്രണ്ട് ഗ്ലാസിൽ സണ്ണ് കട്ടിയാൻ മേളങ്ങനെ ഒട്ടിക്കാന്നുള്ളത് താഴോട്ട് ഫിലിം ഒട്ടിക്കാൻ അനുവദിക്കുന്നതല്ല. ഡ്രൈവിംഗ് പഠനത്തിന് സ്ത്രീകളിൽ നിന്ന് കൂടുതൽ തുക വാങ്ങുന്നത് അനുവദിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം.
തുടർ ചർച്ചകൾക്കൊക്കെ വഴിവെക്കുന്ന ഒരു പ്രഖ്യാപനമാണ് മന്ത്രി നടത്തിയത്. റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി 2 വർഷം പ്രൊബേഷൻ, അതായത് നിങ്ങൾക്ക് അപ്പോൾ താൽക്കാലികമായി മാത്രമായിരിക്കും ലൈസൻസ് ഉണ്ടാവുക. ആ 2 വർഷവും വളരെ മികച്ച രീതിയിൽ വണ്ടി ഓടിച്ചാൽ സ്ഥിര ലൈസൻസ്. ഈ രീതിയിലേക്കുള്ള ആലോചനകളാണ് പോകുന്നത്. എന്തായാലും നമുക്ക് അത് എപ്പോൾ പ്രാബല്യത്തിൽ വരും, എത്ര കണ്ട് അതിനോട് ബാക്കിയുള്ളവർ യോജിക്കുമെന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണാം. മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ ആലപ്പുഴയിൽ നിന്നൊരു പ്രധാനപ്പെട്ട വാർത്ത. 2 എയർ കണ്ടീഷണറുകളുടെ തകരാർ പരിഹരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറാകാത്തതിനാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കോടികൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്ന MD-ICU 2 വർഷക്കാലമായി പൂട്ടിക്കിടക്കുന്നു. അത്യാസന്ന നിലയിലെത്തുന്ന രോഗികൾ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകേണ്ട ഗതികേടിലുള്ളപ്പോഴാണ് ഇത്തരമൊരു അനാസ്ഥ. അപകടത്തിൽ പരിക്കേറ്റവർ ഉൾപ്പെടെ ഗുരുതരാവസ്ഥയിലുള്ള 6000-ൽ പരം രോഗികളാണ്. കഴിഞ്ഞ 11 മാസത്തെ കണക്കെടുത്താൽ ജീവൻ കയ്യിൽ പിടിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് മടങ്ങിയതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ഹലോ, വണ്ടാനം മെഡിക്കൽ കോളേജല്ലേ മാം? ഞാൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. അവിടെ ഒരു പേഷ്യൻ്റ്, എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ അഡ്മിറ്റാണ്, സ്ട്രോക്ക് വന്നിട്ട്. അപ്പോൾ വളരെ നിർധന കുടുംബമാണ്. അപ്പോൾ ഇവർ 15 ദിവസമായിട്ട് ബിലീവേഴ്സിലാണ്. അപ്പോൾ ഇങ്ങോട്ടൊന്ന് വണ്ടാനത്തേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ. ICUയിൽ ബെഡ് ഉണ്ടോ മാം? MICUയിൽ ബെഡില്ലേ? ആണ്. ഫുൾ പേഷ്യൻസ് ആണോ മാം? ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ ICUയിൽ ബെഡുണ്ടോ എന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടിയാണ് നിങ്ങൾ കേട്ടത്. എപ്പോൾ വിളിച്ചാലും കിടക്കകൾ ഒഴിവില്ലെന്ന പതിവ് പല്ലവി മാത്രം. ഇനി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നെന്ന് ആരോഗ്യവകുപ്പ് ഊറ്റം കൊള്ളുന്ന ആശുപത്രിയിൽ എന്തുകൊണ്ട് ICUവിൽ ബെഡ് ലഭ്യമല്ലെന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. ദൃശ്യങ്ങളിൽ കാണുന്നത് ആശുപത്രിയിലെ വിവിധ ICUകൾ പ്രവർത്തിക്കുന്ന ബ്ലോക്കാണ്. ബെഡിലെന്ന് അല്പസമയം മുമ്പ് ജീവനക്കാർ പറഞ്ഞ MICU പൂട്ടിക്കിടക്കുന്നു. കിടക്കകൾ മുഴുവൻ ഒഴിഞ്ഞ അവസ്ഥ. ചികിത്സയ്ക്കായി ആശ്രയിക്കാൻ സ്വകാര്യ ആശുപത്രികൾ പോലും ഇല്ലാത്ത ആലപ്പുഴ ജില്ലയിൽ രോഗികൾക്ക് ആകെ ആശ്രയം മെഡിക്കൽ കോളേജ് മാത്രമാണ്. അവിടെയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വെന്റിലേറ്റർ ഉൾപ്പെടെ 20 മാസമായി MICU പ്രവർത്തനരഹിതമായി പൂട്ടിക്കിടക്കുന്നത്. കാരണമാകട്ടെ വളരെ തുച്ഛമായ തുകയ്ക്ക് പരിഹരിക്കാൻ കഴിയുന്ന 2 AC-കളുടെ തകരാറും. ആശുപത്രിയിലെ മെഡിസിൻ ICU AC തകരാറിലാണെന്ന കാരണത്താൽ 1.5 വർഷത്തിലേറെ കാലമായി അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും നിരവധി രോഗികളാണ്, ഏകദേശം ഒരു മാസം 600-ൽ പരം രോഗികളാണ് ഇവിടെ ICU ബെഡില്ലാത്തതിൻ്റെ പേരിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുപോയ സാഹചര്യം ഉണ്ടാകുന്നത്. പാവപ്പെട്ട രോഗികൾ ഏറെ പ്രയാസം അനുഭവിക്കുകയാണ്. നിരവധി തവണ ആശുപത്രി അധികൃതർ മിനിസ്റ്റർക്കൊക്കെ പരാതി കൊടുത്തിട്ടും അതിന് പരിഹാരം കാണുന്നില്ല. അടിയന്തരമായ ഒരു പരിഹാരം അനിവാര്യമാണ്. ഇനി ഈ ഞെട്ടിക്കുന്ന കണക്കുകളൊന്ന് കാണാം. 2021 ജനുവരി 1 മുതൽ നവംബർ 10 വരെ ഗുരുതര സാഹചര്യത്തിൽ ആശുപത്രിയിൽ ചികിത്സക്കായി എത്തി ICU ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ നിർബന്ധിതരായവരുടെ കണക്കാണിത്. 10.5 മാസത്തിനിടയിൽ 6129 രോഗികൾ. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇതൊന്നും അറിയില്ലേ?
അതിനും ഉത്തരമുണ്ട്. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 16 കൂടിയ യോഗത്തിൽ ആശുപത്രി മാനേജ്മെന്റ് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നതായി രേഖകളിൽ നിന്ന് വ്യക്തം. മന്ത്രിയടക്കം അറിഞ്ഞ് 5 മാസം പിന്നിട്ടിട്ടും തുച്ഛമായ തുകയ്ക്ക് പരിഹരിക്കപ്പെടാവുന്ന രോഗികളുടെ ജീവന്റെ വിലയുള്ള പ്രശ്നത്തിന്മേൽ ചെറുവിരൽ അനങ്ങിയില്ലെന്ന പൂട്ടിക്കിടക്കുന്ന ഈ ICU നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. വെന്റിലേറ്റർ ഉൾപ്പെടെ 11 ബെഡുകൾ പ്രവർത്തനരഹിതമാക്കി പൂട്ടിയിട്ടാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട രോഗികൾക്ക് മരണം വരെ സംഭവിക്കാൻ ഇടയുണ്ടെന്നും ICUവിൽ ബെഡില്ലാത്തതിനാൽ സ്വന്തം റിസ്കിൽ ആശുപത്രിയിൽ തുടരുകയാണെന്നും സമ്മതപത്രം എഴുതി നൽകേണ്ടി വരുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ശരണ്യ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, ഗുഡ് മോർണിംഗ്. മറ്റ് ജില്ലകളെ പോലെ ഇപ്പോൾ തിരുവനന്തപുരത്തെ പോലെയോ തൃശ്ശൂരിലെ പോലെയോ എറണാകുളത്തെ പോലെയോ അല്ല. ആലപ്പുഴയിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. സ്വകാര്യ ആശുപത്രികൾ പോലും ഇല്ലാത്തൊരു സ്ഥലം. ആകെ സാധാരണക്കാർക്കും എല്ലാവർക്കും ആകെ ആശ്രയമായിട്ടുള്ളത് ഈ മെഡിക്കൽ കോളേജാണ്. അവിടെ ഇങ്ങനൊരു വലിയ അനാസ്ഥ നടന്നിട്ടും ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ സാധാരണ മെഡിക്കൽ കോളേജുകളിൽ, അവരൊക്കെ ഇതിനെന്ത് വിശദീകരണമാണ് ഇത്രയും വലിയൊരു അനാസ്ഥയ്ക്ക് പറയുന്നത്? ശ്രീജ, നമ്മൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിളിക്കുകയാണെങ്കിൽ, ഒരു ബെഡ് ആവശ്യപ്പെട്ട് വിളിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് ബെഡ് ഇല്ല എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യും. കൂടുതൽ വിശദീകരണത്തിന് പോലും നിൽക്കാറില്ല. അങ്ങനെ നമ്മൾ പല ഭാഗത്ത് നിന്ന് ഒരു ബെഡ് ആവശ്യപ്പെട്ട്, അതായത് ICUവിൽ ഒരു ബെഡ് ആവശ്യമുണ്ട്, അത്യാസന്ന നിലയിലുള്ള പേഷ്യൻ്റ് ആണ്, അങ്ങോട്ട് മാറ്റാനാണ്, നിർധന രോഗിയാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ ആശുപത്രി അധികൃതരെ ബന്ധപ്പെടുന്നത്. പക്ഷേ അവിടെ ബെഡ് ഇല്ല എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. തുടർന്നാണ് നമുക്ക് അറിയാം, ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞ ചികിത്സാ സംവിധാനങ്ങൾ പലതിലും ഈ കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പല ബ്ലോക്കുകളും ഉപയോഗിക്കാതെ വെറുതെ ഇട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ സെക്യൂരിറ്റി സംവിധാനം ഭയങ്കര വലുതാണ്, നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പോലും കഴിയില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ICUവിനെ, അതായത് ഇന്റൻസീവ് കെയർ യൂണിറ്റുകളുടെ മുഴുവൻ യൂണിറ്റുകളുമുള്ള കാർഡിയോളജി ICU ഉൾപ്പെടെയുള്ള യൂണിറ്റുള്ള ബ്ലോക്കിലാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആ പരിശോധനയിലാണ് MICUവിൽ ബെഡില്ല എന്ന് പറഞ്ഞ ആ MICU പൂട്ടിക്കിടക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിനകത്ത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന, അതായത് അത്യാധുനിക സൗകര്യങ്ങളുള്ള, അത്യാധുനിക ഫെസിലിറ്റീസ് ഉള്ള വെന്റിലേറ്റർ സംവിധാനം ഉൾപ്പെടെയുള്ളതാണ് 11 ബെഡും. ഈ 11 ബെഡും ഇവർ ഏകദേശം 2 വർഷത്തോളം അടുത്തായി പൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് അന്വേഷിച്ചപ്പോഴാണ് നമ്മളെ ഞെട്ടിച്ചത്. അതായത് 2 AC-കളുടെ തകരാറ്, അത് പരിഹരിക്കാൻ 2 വർഷമായി ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ 2 AC-കളുടെ തകരാറ് പരിഹരിക്കാത്തത് കൊണ്ടാണ് ജീവന്റെ വിലയുള്ള 11 ബെഡുകൾ ഉള്ള ആ ഒരു ICU അവർ പൂട്ടിയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു അന്വേഷണം നമ്മൾ നടത്തിയപ്പോൾ അവിടെ ICUവിൽ ബെഡില്ലാത്തത് കൊണ്ട് അത്യാസന്ന നിലയിൽ വരുന്ന രോഗികൾക്ക് തങ്ങൾ ഇവിടെ കിടന്നോളാം, അതായത് മരണത്തിന് സമാനമായ റിസ്ക് അവിടെ കിടന്ന് ഈ ബെഡില്ലാത്തത് കൊണ്ട് ചികിത്സിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ആ റിസ്ക് സ്വമേധയാ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അവിടെ ആ ചികിത്സ ഏറ്റെടുത്തോളാം എന്ന് കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒപ്പിട്ട രോഗികളിൽ നിന്ന് സമ്മതപത്രം ഉൾപ്പെടെ ഇവർ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവരുടെ ഭാഗത്തു നിന്ന് അവർ വളരെ സേഫ് ആണ്. എന്നാൽ ഈ സംവിധാനങ്ങൾ രോഗികൾക്ക് ഇവരുടെ ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥത മൂലം നൽകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. 11 ബെഡുകളുള്ള MICU ആണ് പൂട്ടിക്കിടക്കുന്നത്. നമ്മൾ കണക്കുകൾ പരിശോധിച്ചപ്പോൾ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പൊതുജനാരോഗ്യ രംഗത്ത് ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ജില്ലയാണ്. കാരണം നമുക്കിപ്പോൾ ചെറിയ ആശുപത്രികൾ ഉണ്ടെങ്കിൽ പോലും ഒരു വെന്റിലേറ്റർ സംവിധാനമോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു അത്യാസന്ന മൾട്ടി ഡിസിപ്ലിൻ ICUസോ ഒന്നും ഇല്ലാത്ത ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ആക്സിഡന്റ് അടക്കമുള്ള കേസുകൾ വന്നാൽ നേരെ വന്ന് കയറുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു അനാസ്ഥ, ഒരു സൗകര്യവും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈ അനാസ്ഥ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 2024 ഓഗസ്റ്റ് 16 ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നപ്പോൾ പോലും ഈ ICUവിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ AC കേടുപാടുകൾ നീക്കം ചെയ്ത് പ്രവർത്തിപ്പിച്ചാൽ ICU പ്രവർത്തിപ്പിക്കാനാകുമെന്ന് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും മാസങ്ങൾ ഇപ്പോൾ പിന്നീട് ഏകദേശം 8ഓളം മാസങ്ങളായി പിന്നെയും
പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കണക്കാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്നത്. അതായത് ഈ 10 മാസത്തെ കണക്ക് 2024 ജനുവരി മുതൽ ഈ കഴിഞ്ഞ നവംബർ വരെയുള്ള കണക്കെടുത്തപ്പോൾ 6280ഓളം രോഗികളാണ് ആശുപത്രിയിലെത്തി അത്യാസന്ന നിലയിലെത്തി മടങ്ങിപ്പോകേണ്ടി വന്നത്. 6250 പേരിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഉത്തരവാദിത്തം സത്യത്തിൽ സർക്കാരിനാണ്, ആരോഗ്യ വകുപ്പിനാണ്. ഇത്ര നാളായിട്ടും ഇങ്ങനെ നിസ്സാരമായ ഒരു കാരണത്തിന്റെ പേരിൽ MICU പൂട്ടിയിട്ടതിന്റെ ഉത്തരം പറയേണ്ടത് സ്വാഭാവികമായും ആരോഗ്യ വകുപ്പും ഇത് അറിഞ്ഞിട്ടുള്ള ആരോഗ്യമന്ത്രിയും ഒക്കെയാണ്. നമുക്ക് വരും ബുള്ളറ്റിനുകളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്താണ് ഇതിന് വിശദീകരണം നൽകാനുള്ളതെന്ന് തീർച്ചയായും അന്വേഷിക്കാം. ശരണ്യ, വളരെ നന്ദി. വിശദമായി ഈ വിവരം പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കുന്നതിന്. നമ്മൾ വാർത്തകളിൽ നിന്നൊരു ചെറിയ ഇടവേള എടുത്തുകൊണ്ട് ആശംസകളിലേക്ക് പോവുകയാണ്. വളരെ ഗൗരവമുള്ളൊരു വാർത്തയിൽ നിന്ന് നമ്മളൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ഇന്ന് സ്പെഷ്യൽ ഡേ ആയി ആഘോഷിക്കുന്ന ചില ആളുകൾക്ക് ആശംസകൾ അർപ്പിക്കാനുള്ള സമയത്തിലാണ്. വവ്വാക്കാവ് സ്വദേശി ആരോമലിന്റെ 26ാം പിറന്നാളാണിന്ന്. ആശംസ അറിയിക്കുന്നത് അമീനയും അനന്തുവും തനൂജയുമാണ്. അവർക്കൊപ്പം ഞങ്ങളും ആരോമലിന് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ആരോമൽ. അടുത്തത് കിഴക്കൻകരയിലെ ബ്രിജു ദീപ്തി ദമ്പതികളുടെ മകൻ അദീപ് കൃഷ്ണയുടെ 1ാം പിറന്നാളാണ്. അദീപ് കൃഷ്ണയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. നല്ല ഗംഭീരമായൊരു ബർത്ത്ഡേ ആഘോഷം ആശംസിക്കുന്നു. നിങ്ങളുടെ വിശേഷാവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ഇതുപോലെ നിങ്ങളുടെ സന്തോഷം News18 പങ്കുവെക്കാം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇപ്പോൾ ഈ എഴുതി കാണിക്കുന്നു: 9346975748. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്തും ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം. ട്രംപ് 2.0 സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് നോക്കാം. പ്രധാന വാർത്തകൾ. ട്രംപിന്റെ സ്ഥാനാരോഹണമുടൻ ചടങ്ങിന് സാക്ഷിയാകാൻ ലോക നേതാക്കളും വ്യവസായ പ്രമുഖരും. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് വൈറ്റ് ഹൌസിലെത്തി ബൈഡനെ കണ്ടു. അധികാരമേറ്റെടുത്തതിന് പിന്നാലെ 100ലേറെ ഉത്തരവുകളിൽ ഒപ്പുവെച്ചേക്കും. മംഗളൂരു ബാങ്ക് കവർച്ചയിൽ 3 പ്രതികൾ പിടിയിൽ. അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ പിടിയിലായത് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ വെച്ച്. കൊള്ളയ്ക്കുപയോഗിച്ച വാഹനവും ആയുധങ്ങളും കണ്ടെടുത്തു. 10 കോടി കവർന്ന 5-അംഗ സംഘത്തിലെ 2 പേർക്കായി അന്വേഷണം. സംസ്ഥാനത്ത് വീണ്ടും ലഹരി കൊലപാതകം. തിരുവനന്തപുരം കിളിമാനൂരിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലിരുന്ന അച്ഛൻ മരിച്ചു. ഹരികുമാറിനെ ആശുപത്രിയിൽ എത്തിച്ചത് ബൈക്ക് അപകടമെന്ന വ്യാജേന. കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മകൻ ആദിത്യകൃഷ്ണൻ കസ്റ്റഡിയിൽ. കാമുകനെ കഷായത്തിൽ വിഷം കലർത്തിക്കൊന്ന ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. അതിസമർത്ഥമായ കൊലപാതകം നടത്തിയ പ്രതി ദയാർഹിക്കുന്നില്ലെന്ന് കോടതി. അമ്മാവൻ നിർമ്മൽ കുമാറിന് 3 വർഷം തടവ്. നിർവികാരിയായി വിധി കേട്ട് ഗ്രീഷ്മ. പൊട്ടിക്കരഞ്ഞ ഷാരൂണിന്റെ കുടുംബം. മാതൃകാപരമായ ഒരു ശിക്ഷാവിധിന് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി നടത്തി തന്നു. രാജ്യത്തെ നടുക്കിയ കൊൽക്കത്ത ബലാത്സംഗ കൊലയിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് തൂക്കുകയറില്ല. ജീവപര്യന്തം മാത്രം. അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കാനാവില്ലെന്ന് കോടതി. നഷ്ടപരിഹാര തുക വേണ്ടെന്ന് ഡോക്ടറുടെ കുടുംബം. വിധിക്കെതിരെ അപ്പീൽ നൽകും. രാവിലെ തുടരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഈ ദിവസം സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണാം. ഇന്ന് ഇത് സംഭവിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് തുടങ്ങും. UGCയുടെ കരട് മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്ന പ്രമേയം പാസാക്കും. കൂത്താട്ടുകുളത്ത് CPM കൗൺസിലറെ CPM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയ സംഭവം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും.
എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ ഇന്ന് സമവായ ചർച്ച. മാർ ജോസഫ് പാംപ്ലാനി 21 വൈദികരുമായി ചർച്ച നടത്തും. അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെ കർണാടകയിലെ ബെലഗാവിയിൽ ഇന്ന് കോൺഗ്രസിന്റെ മെഗാ റാലി. ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ റാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുടെ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച് ഇന്ന്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. മാനന്തവാടിയിൽ പീഡനത്തിനിരയായ സ്ത്രീ ഇന്ന് മജിസ്ട്രേറ്റ് മുൻപാകെ മൊഴി നൽകും. പ്രതി വർഗീസിനെ മാനന്തവാടി ഡിവൈഎസ്പി ഇന്ന് ചോദ്യം ചെയ്യും. ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതുവിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് ഇന്ന് തെളിവെടുക്കും. പ്രതിക്കെതിരെ കടുത്ത ജനരോഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ സുരക്ഷയിലായിരിക്കും തെളിവെടുപ്പ്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് NM വിജയന്റെ കുടുംബാംഗങ്ങളെ വയനാട്ടിൽ സന്ദർശിക്കും. വയനാട്ടിലെ വീട്ടിലെത്തിയാണ് കുടുംബാംഗങ്ങളെ കെ സുധാകരൻ കാണുക. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കൌൺസിലർ കലാരാജുവിന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. കോലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുക. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് സംവിധാനം കവചം ഇന്നു മുതൽ നിലവിൽ വരും. സംസ്ഥാനത്താകെ 91 സൈറണുകളാണ് മുന്നറിയിപ്പ് കവചമായി പ്രഖ്യാപിക്കുക. അതിതീവ്ര മുന്നറിയിപ്പുകൾ പൊതുജനത്തെ അറിയിക്കാനാണ് സൈറൺ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പ്രതി ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇടുക്കി ജില്ലാതല സിറ്റിംഗ് ഇന്നാണ് നടക്കുന്നത്. രാവിലെ 10:30 മുതൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് സിറ്റിംഗ്. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. ഉച്ചയ്ക്ക് 12-നാണ് മത്സരം. ഇനി നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. പ്രാൺ പ്രതിഷ്ഠയുടെ 1ാം വാർഷിക വേളയിൽ അയോധ്യ നഗരം ഉത്സവ പ്രതീതിയിലാണ്. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നത്. മുഖച്ഛായ പാടെ മാറിയ അയോധ്യ ക്ഷേത്രത്തിന്റെയും നഗരത്തിന്റെയും കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. രഞ്ജിത് രാമചന്ദ്രനൊപ്പം. 2024 ജനുവരി 23 ഇവിടെ അയോധ്യ നിവാസികൾക്കെന്നല്ല ഭാരതത്തിലെ മുഴുവൻ ഹിന്ദു വിശ്വാസികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. കാരണം രാമക്ഷേത്രത്തിന്റെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് സമാപനമായ ദിവസം. അന്നു മുതൽ ഇന്നുവരെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തജനങ്ങളാണ് രാമക്ഷേത്രത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അയോധ്യ നഗരത്തിന്റെ മുഖഛായം, അയോധ്യയുടെ മുഖഛായ മാറുന്നു. ഒരു വലിയ നഗരമായി അയോധ്യ മാറുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. UP സർക്കാരൊക്കെ നേരിട്ടാണ്, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുണ്ട്, UP സർക്കാർ നേരിട്ടാണ് വികസന പ്രവർത്തനങ്ങൾക്കടക്കം മുൻകൈയെടുക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ 1ാം വാർഷികത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. നിരവധി ഭക്തർ ഈ രാമക്ഷേത്ര സമുച്ചയത്തിൽ നടക്കുന്ന മതപരവും സാംസ്കാരികമായ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. യജുർവേദ പാരായണത്തോടെയാണ് വാർഷികാഘോഷങ്ങൾ ആരംഭിച്ചത്. ഇവിടെ നമുക്കറിയാം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഈ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി നേതൃത്വം നൽകുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും ഈ പതിനായിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുന്ന കാഴ്ച കൂടിയുണ്ട്. നിരവധി അനവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തി ദർശനം നടത്തി മടങ്ങുകയും മറ്റും ചെയ്യുന്നത്. ഇവരൊക്കെ ഒരുപക്ഷെ ഭയ്യാജി കിധർ സെ ആയ? भाई साहब नमस्ते। किधर से हम लोग महाराष्ट्र पुणे पहले आए जी, इससे पहले भी आए हैं। प्राण प्रतिष्ठा में नहीं आगे नहीं, वहाँ नहीं आना हो पाया था। कैसा लग रहा है? बस सब बढ़िया। हम सभी लोग डॉक्टर्स हैं। अभी हम लोग प्रयागराज से यहाँ आए हैं। कुंभ मेला पर गया जी। कुंभ मेला में डॉक्टर की तरफ से एक नेत्र कुंभ नाम से इस साल सभी जो भी यहाँ पर यात्रीगण साधु संत आ रहे हैं उनकी निःशुल्क आंखों की जाँच
और अगर जरूरत पड़ती है तो चश्मा, दवा ये सब वहाँ दी गई थी। तो देश भर से उन लोगों ने आह्वान किया था, जो भी डॉक्टर्स आना चाहते हैं वॉलंटरली, तो उसमें हम लोग आए थे। अच्छा, कैसे लगा? बहुत अच्छा है। महाराष्ट्र से? इंदौर, मध्य प्रदेश। आप लोग अलग अलग स्टेट में? हम बाकी 5 लोग महाराष्ट्र से, दीदी इंदौर से। अच्छा, कुंभ मेला में भी है? हाँ, साथ में। कैसा लगा आपका? बहुत बहुत अच्छा है, फोटो से ज्यादा अच्छा है। बहुत प्रसन्न लग रहा है, इतने दूर से यहाँ पे आए, दर्शन हुआ रामलला का, बहुत अच्छा लगा हमको। ധന്യവാദ്. അങ്ങനെ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ മഹാ ആരതി നടന്നു, രാംലല്ലയ്ക്ക് അഭിഷേകമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന പശ്ചാത്തലമുണ്ടായി. രാംലല്ലയുടെ കൊട്ടാരം മുഴുവൻ പുഷ്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന കാഴ്ച കാണാം. ദൗർഭാഗ്യം എന്ന് പറയാൻ നമുക്ക് അകത്തേക്ക് കയറാനുള്ള അവസരം, അതായത് ക്യാമറയുമായി അകത്തേക്ക് കയറാനുള്ള അവസരമില്ല. പക്ഷെ നമുക്ക് അകത്ത് കയറി തൊഴുതു മടങ്ങാൻ സാധിക്കുമെന്നുള്ളത് മാത്രമാണ്. ഒരുപാട് ആളുകൾ, സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് കുറച്ചുകൂടി രാംലല്ല അർപ്പണം നടത്താനും മറ്റുമായുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. 2024 ജനുവരി നമുക്കറിയാം, ക്ഷേത്രത്തിൽ 22-നാണ് പ്രതിഷ്ഠിച്ചത്. ഒരു പറഞ്ഞതുപോലെ പുതിയ യുഗം ആരംഭിച്ചു ഈ പ്രതിഷ്ഠയോടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. बहुत आदमी आता है? बहुत धन्यवाद सर। बहुत आदमी आता है? कितना कैसा है इधर का आदमी का आना कैसा? बहुत अभी तो कुंभ मेला की वजह से बहुत लोग आ रहे हैं, बहुत ब्राह्मण भक्तजन आ रहे हैं सर। एक दिन में कितना लोग आके जाएगा? एक दिन में 2-2.5 लाख लोग आते हैं। अभी तो 10-1 लाख की टीम आती है रोज, तो 10-1 लाख तो संख्या आ रही है रोज की। तो आज जब कुंभ मेला चालू है तो उसके लिए तो आज इधर अयोध्या के अंदर 10-1 लाख की संख्या चल रही है। हम राम नाम का सनातन धर्म ही चला रहे हैं। राम नाम लोग भाग्य जगा लिए, राम नाम से पाप कर्म मिटते हैं। हम जलगांव जिले से आए हैं। അതാണ് ഈ കുംഭമേള കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് വലിയൊരു ക്രൗഡ് കുംഭമേള കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുംഭമേളയിലേക്ക് എത്താനുള്ള ആഗ്രഹത്തിലൊക്കെ ഒരുപാട് ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു വർഷം പിന്നിടുമ്പോൾ ഭക്തജനങ്ങൾക്ക് വലിയ തോതിലുള്ള വർധനവുണ്ടാകുന്നു ഇവിടേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം അയോധ്യയിൽ നിന്ന് രഞ്ജിത്ത് രാമേന്ദ്രൻ. ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങുകയാണ് ഏവരും. എന്നാൽ ഹൃദയഭേദകമായ പല കാഴ്ചകളും കണ്ട് പകച്ചു നിൽക്കുകയാണ് ഈ മനുഷ്യർ. കൂട്ടിവെച്ചതെല്ലാം തകർന്ന് നിലം പൊത്തി അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് മടങ്ങിയെത്തിയവർക്ക് കാണാൻ കഴിഞ്ഞത് പലപ്പോഴും കോൺക്രീറ്റ് കട്ടകൾ മാത്രം. ഇനി മുൻപോട്ട് എങ്ങനെ എന്ന ചോദ്യത്തിന് ഇവർക്ക് ഉത്തരങ്ങളില്ല. ഗാസയുടെ തെക്കൻ നഗരമായ റഫയിലേക്ക് ആളുകൾ പതുക്കെ നീങ്ങി തുടങ്ങി. ജീവൻ നിലനിർത്താൻ മാസങ്ങൾക്ക് മുമ്പ് എല്ലാം ഉപേക്ഷിച്ചു പോകേണ്ടി വന്നവരാണ് ഇപ്പോൾ തിരികെ നടക്കുന്നത്. പക്ഷേ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്നവിടെ. ബഹുനില കെട്ടിടങ്ങളും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും സ്കൂളുകളും ആശുപത്രികളും മസ്ജിദുകളും ഇന്ന് വെറും കോൺക്രീറ്റ് കട്ടകളാണ്. ഈ കട്ടകൾക്കിടയിലൂടെ സ്വന്തം വീടിന്റെ അവശിഷ്ടം തിരയുകയാണവർ. കോൺക്രീറ്റ് കട്ടകൾക്കിടയിൽ തലയോട്ടികളും മൃതദേഹാവശിഷ്ടങ്ങളും അങ്ങിങ്ങായി കിടപ്പുണ്ട്. എല്ലാം നശിച്ചു, ഇനിയൊന്നും ബാക്കിയില്ല. എങ്ങോട്ട് പോകണമെന്നും അറിയില്ല. വീട് നഷ്ടപ്പെട്ട അബു അൽ ഖേർ പറയുന്നു. ഇതിനിടയിൽ ഇസ്രായേലി സൈന്യം ഉപേക്ഷിച്ചു പോയ ടാങ്കറുകളും വാഹനങ്ങളും റഫേൽ കാണാം. അതേസമയം അവശ്യ സാധനങ്ങളും എണ്ണ ഉത്പന്നങ്ങളുമായി ടാങ്കറുകൾ റഫേലേക്ക് എത്തിത്തുടങ്ങി. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഇനി കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി ജാഗ്രത. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതക കേസിലെ വിധിക്കെതിരെ കുടുംബവും സർക്കാരും ഹൈക്കോടതിയിലേക്ക്. പ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ നൽകുക. കോടതി വിധിയിൽ പോലീസിനെതിരായ കടുത്ത വിമർശനങ്ങളുള്ളത് മമതാ സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാഗേഷ്, നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഈ വിധി ഒരുപക്ഷെ മമതാ സർക്കാരിന് കൂടി വളരെ നിർണായകമാണെന്ന്. അത്
ഈ കേസിന്റെ അന്വേഷണത്തിലുടനീളം പോലീസിനുണ്ടായ വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ആ തരത്തിലൊരു വിധി കൂടി വരും, കോടതിയിൽ നിന്ന് ആ തരത്തിലൊരു വിധി കൂടി വരുമ്പോൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലത്തെ ദിവസം നമ്മളൊരു വധശിക്ഷയെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുമ്പോഴാണ് അതിക്രൂരമായി നടന്നൊരു കൊലപാതകത്തിന് ജീവപര്യന്തം എന്ന ശിക്ഷ ഒരാളുടെ മനോനില മാറ്റുന്നതിനുള്ള അവസരം കൊടുക്കണമെന്ന ഒരു നിരീക്ഷണത്തോടെ കോടതി പറയുന്നത്. കുടുംബം എങ്ങനെയാണ് ആ വിധിയെ കാണുന്നത്? ശ്രീജ, ഇന്നലെയാണ് ഏതായാലും കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകത്തിൽ സിയാൽദ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായി കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. കോടതി വിധിന്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ബച്ചൻ സിംഗ് കേസിൽ വധശിക്ഷ നടപ്പാക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അതുമായി കണക്കാക്കുമ്പോൾ ഈ കേസിനെ അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് വിധിന്യായത്തിൽ ജഡ്ജി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അസാധാരണ സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ മാത്രമേ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാൻ സാധിക്കൂ. മാത്രവുമല്ല, പൊതുസമൂഹത്തിന്റെ വികാരത്തിനനുസരിച്ചല്ല കോടതികൾ, ജഡ്ജിമാർ പ്രവർത്തിക്കേണ്ടത്. നീതിന്യായ വ്യവസ്ഥ ആ സമ്പ്രദായം ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത് എന്നാണ് വിധിന്യായത്തിൽ പറയുന്നത്. അതായത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല എന്ന് വിധിന്യായത്തിൽ വ്യക്തമായി പറയുന്നു. ഒപ്പം തന്നെ കടുത്ത വിമർശനം മെഡിക്കൽ കോളേജ് അധികൃതർക്കും ഒപ്പം തന്നെ പോലീസിനെതിരെയും വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അതായത് ഈ സംഭവം നടക്കുന്നത് പുലർച്ചെയാണ്, പെൺകുട്ടി കൊല്ലപ്പെടുന്നത് പുലർച്ചെയാണ്. പക്ഷേ ഇത് പോലീസ് FIR എടുക്കാൻ തയ്യാറായത് അന്ന് ആ സംഭവം നടന്ന ഏതാണ്ട് 24 മണിക്കൂർ പിന്നിടുമ്പോൾ അർദ്ധരാത്രി മാത്രമാണ് എന്നാണ് വിധിന്യായത്തിൽ പറയുന്നത്. മെഡിക്കൽ കോളേജ് അധികൃതരാകട്ടെ ചിലരെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന വിമർശനം കൂടി നടക്കുന്നുണ്ട്. അതാണ് സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നത്. കാരണം കുടുംബത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള ആരോപണം എന്ന് പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ വലിയ വീഴ്ച ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളതാണ്. CBIക്കെതിരെ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ പോലും പോലീസ് അന്വേഷണത്തിലെ വീഴ്ചയാണ് ഈ കേസ് തന്നെ ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയിൽ ഒതുങ്ങാനുള്ള കാരണമെന്ന് കുടുംബം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മമതാ ബാനർജി ഇതിനെ CBIയുടെ വീഴ്ചയായി ഉയർത്തിക്കാട്ടുകയാണ്. കാരണം മമതാ ബാനർജി ഇന്നലെ ആദ്യം വധശിക്ഷ ലഭിക്കുമെന്ന് പ്രതികരിച്ചിരുന്നു. ഇതിനുശേഷം പ്രതികരിച്ചത് ഞങ്ങൾ പോലീസാണ് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇത് വധശിക്ഷ തന്നെ നൽകുമെന്നായിരുന്നു. സമാനമായ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലും മമതാ ബാനർജി നടത്തിയിരിക്കുന്നത്. അവര് ട്വിറ്ററിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് പോലീസല്ല ഈ കേസ് അന്വേഷിച്ചിരുന്നത്, CBI ആണ്. ഞങ്ങളാണ് ഈ കേസ് നടത്തിയിരുന്നെങ്കിൽ ഉറപ്പായും വധശിക്ഷ തന്നെ വാങ്ങി നൽകുമെന്നായിരുന്നു. ഏതായാലും ഈ വിധി ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയമായ പ്രത്യാഘാതം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മമതാ ബാനർജിയുടെ ഇത്തരത്തിലുള്ള നീക്കം. ഏതായാലും പോലീസിനെതിരായ വിമർശനങ്ങൾ സ്വാഭാവികമായും പ്രതിപക്ഷം വലിയ രീതിയിൽ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം കടുത്ത വിമർശനങ്ങൾ ഈ വിധിയിൽ ജഡ്ജി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീജ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്. മലപ്പുറം കൊണ്ടോട്ടിയിൽ നിറത്തിന്റെ പേരിലുള്ള അവഹേളനത്തെ തുടർന്ന് നവവധു ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് വാഹിദിനെ വിശദമായി ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാണ് വാഹിദിനെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, വലിയ രീതിയിൽ സമൂഹത്തിന്റെ ഒരു ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവമാണിത്. ഈ കേസിൽ കൃത്യമായി അറിയേണ്ടത് 19 വയസ്സുള്ള ആ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അതിൽ പല തെളിവുകളും കുടുംബം ഹാജരാക്കിയിട്ടും അല്ലെങ്കിൽ പറയുന്നുമുണ്ടെങ്കിലും വാഹിദിന്റെ ഭാഗത്തു നിന്നാണ് കൃത്യമായി അറിയേണ്ടത്. ഇപ്പോൾ എന്താണ് പോലീസ് കടന്നിട്ടുള്ള നടപടി? ഇന്നലെയാണ് വാഹിദിനെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും എമിഗ്രേഷൻ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം കസ്റ്റഡിയിലെടുത്തത്. കാരണം ഇയാൾക്ക് എതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ ഇയാൾ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ എമിഗ്രേഷൻ വിഭാഗം ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയും അങ്ങനെ മട്ടന്നൂർ പോലീസ് ഇയാളെ കസ്റ്റഡിയെടുത്ത് പിന്നീട് കൊണ്ടോട്ടി പോലീസിന് കൈമാറുകയാണ് ചെയ്തത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇയാളെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഭർതൃപീഡനം, അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇന്ന് 11 മണിയോടെ ഇയാളെ മലപ്പുറം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാവും ഹാജരാക്കുക. ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. പോലീസ് എന്താണെങ്കിലും റിമാൻഡ് ചെയ്യുകയായിരിക്കും ഇന്നുണ്ടാവുക. കസ്റ്റഡിയിൽ വാങ്ങുന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ അടുത്ത ദിവസമാകും തീരുമാനം ഉണ്ടാവുക. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ ഇയാൾ ഇത്തരത്തിൽ അവഹേളിച്ച് സംസാരിച്ചതിൻ്റെയും മറ്റും ശബ്ദരേഖകളും തന്നെ തെളിവുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു.
പക്ഷേ ഇയാളുടെ മൊബൈൽ ഫോണിൽ ഇയാൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഇയാളത് ഡിലീറ്റ് ചെയ്തായിരിക്കാം. എന്താണെങ്കിലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരുപക്ഷെ ഫോൺ വിധേയമാക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമാകും കൂടുതൽ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തുന്ന കാര്യം ആലോചിക്കുക. അതേപോലെ തന്നെ ഈ കേസിൽ ഇപ്പോൾ നിലവിൽ ഇയാൾ മാത്രമാണ് പ്രതി. ഇയാളുടെ കുടുംബത്തിലുള്ളവർ, പ്രത്യേകിച്ച് ഇയാളുടെ അച്ഛനും അമ്മയൊക്കെ ഈ വിവാഹബന്ധം ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ഇയാൾ പറയുമ്പോൾ അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിക്കുമ്പോൾ അതിനൊക്കെ സഹായം അല്ലെങ്കിൽ അതിനൊക്കെ ഒത്താശ ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എന്നൊക്കെയാണ് കുടുംബം ആരോപിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ ഈ കേസെടുക്കുന്ന കാര്യം എന്താണെങ്കിലും പോലീസ് കുറച്ചുകൂടി വിശദമായി പരിശോധിച്ച ശേഷമേ തീരുമാനിക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഒരു സംഭവം ഉണ്ടായി ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രതിയെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടമായിട്ട് തന്നെ വേണം കാണുവാൻ. പോലീസിൻ്റെ ഭാഗത്തും ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് ആണ് പോലീസിൻ്റെ തീരുമാനമായിട്ടും അറിയാൻ കഴിയുന്നത്. ഈ കേസിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഈ നിയമപരമായിട്ട് എന്തെല്ലാം നടപടികൾ ഇത് സ്വീകരിക്കാമോ അതെല്ലാം തന്നെ സ്വീകരിക്കുമെന്നാണ് പോലീസിൻ്റെ നിലപാടുള്ളത്. എന്താണെങ്കിലും ഈ പ്രതി ഒരാഴ്ചയ്ക്കുള്ളിൽ പിടിയിലായി എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കി ഇയാൾ റിമാൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു പുറമെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളൊക്കെ എന്നായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. നിലവിൽ കൊണ്ടോട്ടി പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കൊണ്ടോട്ടി സ്വദേശിനിയായ 19-കാരി ഷാഹിനിയുടെ ആത്മഹത്യയിലാണ് ഇപ്പോൾ വാഹിദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതുവിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് ഇന്ന് തെളിവെടുത്തേക്കും. വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് ഉൾപ്പെടെ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പ്രതിക്കെതിരെ കടുത്ത ജനരോഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ സുരക്ഷയിലായിരിക്കും തെളിവെടുപ്പ്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, വലിയൊരു വെല്ലുവിളിയാണ് പോലീസിനെ സംബന്ധിച്ച്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇയാളുടെ സുഹൃത്തുക്കളടക്കം വീട്ടിൽ കയറി ആക്രമണം നടത്തുന്ന അല്ലെങ്കിൽ വീടിന് നേരെ ആക്രമണം നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നു. പോലീസ് കൊണ്ടുപോകുമ്പോഴും കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവരുമ്പോഴും ഒക്കെ നാട്ടുകാർ വലിയ ക്ഷോഭത്തിലാണ്. അവർ ആക്രമണം നടത്താൻ മുതിരുന്നു. അപ്പോൾ തെളിവെടുപ്പ് വലിയൊരു വെല്ലുവിളിയായിരിക്കില്ലേ? ചെന്നമംഗലം കൂട്ടക്കൊലപാതകത്തിൽ തെളിവെടുപ്പ് തന്നെയാണ് പോലീസിന് മുന്നിൽ നിലവിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. കാരണം ഈ പ്രതിയെ അന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും വലിയ രീതിയിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇയാൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നൊരവസ്ഥയിലേക്കെല്ലാം തന്നെ വന്നിരുന്നു. കാരണം നാട്ടുകാർ അത്ര കണ്ട ഈ വിഷയത്തിലുള്ള അവരൊരു പ്രതിഷേധവും രോഷവും ദുഃഖവും എല്ലാം പ്രകടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിയുടെ ഈ ഋതുവിൻ്റെ വീടിനെതിരെയും ആക്രമണം ഉണ്ടായിരുന്നു. ജനൽച്ചില്ലുകളടക്കം എറിഞ്ഞ് തകർക്കുകയും ചെയ്തിരുന്നു. അത് ഈ അതായത് ഇപ്പോൾ റിമാൻഡിലുള്ള പ്രതി കസ്റ്റഡിയിൽ അപേക്ഷ കൊടുക്കുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇപ്പോൾ 5 ദിവസത്തെ കസ്റ്റഡി ലഭിച്ചിട്ടുണ്ട്. 24 വരെയാണ് കസ്റ്റഡിയിലുള്ളത്. അതിനിടയ്ക്ക് ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇയാളെ അവിടെ എത്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പരിസരത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ അതെങ്ങനെ സാധിക്കുമെന്നത് സംബന്ധിച്ച് വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ ഫോഴ്സിനെ ഉപയോഗിച്ചാൽ മാത്രമേ അവിടേക്ക് കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. കാരണം അത്ര കണ്ട് പ്രതിഷേധം അവിടെ നിലനിൽക്കുന്നുണ്ട്. പോലീസ് വലിയ വെല്ലുവിളി ഇക്കാര്യത്തിൽ നേരിടുന്നുണ്ട്. പക്ഷേ തെളിവെടുപ്പ് പൂർത്തിയാക്കാതെ പറ്റില്ല. പക്ഷേ ഇതുപോലുള്ള ഈ പ്രതിഷേധങ്ങൾ വളരെ ശക്തമായ പല ക്രൈം കേസുകളിലും പുലർച്ചെയോ അല്ലെങ്കിൽ അർദ്ധരാത്രിയൊക്കെയാണ് പോലീസ് ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ ആലുവയിൽ കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. അന്ന് പോലീസ് വളരെ പണിപ്പെട്ടാണ് ഈ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുകയെല്ലാം തന്നെ ചെയ്തത്. വലിയ പോലീസുകളെല്ലാം ഉപയോഗിക്കേണ്ടി വന്നു. ആ സാഹചര്യം തന്നെയാണ് ഇവിടെ നിലവിലുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പുലർച്ചെയോ അല്ലെങ്കിൽ അർദ്ധരാത്രിയോ എല്ലാം എത്തിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതല്ല എങ്കിൽ കൂടുതൽ പോലീസ് ഫോഴ്സിനെ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കാനുമുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. നിലവിൽ പോലീസ് ഇതിനൊരു സമയക്രമമോ കാര്യങ്ങളോ ഒന്നും തന്നെയും പറഞ്ഞിട്ടില്ല. എങ്കിലും ഇത് ഈ കേസിൻ്റെ ഒരു തുടർ നടപടി എന്ന രീതിയിൽ ഈ തെളിവെടുപ്പ് നടത്തി അവസാനിപ്പിക്കാനാണ് സാധ്യത. വളരെ പെട്ടെന്ന് അത് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. നിലവിൽ വലിയ പ്രതിഷേധങ്ങൾ ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഈ ആശുപത്രിയിൽ ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ജിതിനാണ്. ജിതിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ ഒരു പുരോഗതി എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. എങ്കിലും പൂർണ്ണമായും അപകടനില തരണം ചെയ്തിട്ടില്ല.
ഈ കേസിൽ മറ്റു നടപടികളെല്ലാം പുരോഗമിക്കുകയാണ്. 5 ദിവസത്തെ ഒരു കസ്റ്റഡിയാണ് ഇപ്പോൾ ഋതുവിനെ നൽകിയിട്ടുള്ളത്. ഈ ദിവസങ്ങൾക്കുള്ളിൽ മറ്റു നടപടികൾ പൂർത്തിയാക്കി കേസിന്റെ നടപടികളിലേക്ക് പോലീസ് തിരികുകയും ചെയ്യും. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. തിരുവനന്തപുരം കിളിമാനൂരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം. പള്ളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റെയ്ഹാനാണ് മർദ്ദനമേറ്റത്. കുട്ടി കല്ലമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 3 മാസങ്ങൾക്ക് മുൻപ് ഫുട്ബോളിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിന് കാരണമെന്ന് റെയ്ഹാന്റെ മാതാപിതാക്കൾ പറയുന്നു. ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറി സ്കൂളിനും ഓരോ ഫുട്ബോൾ വീതം സ്കൂൾ നൽകിയിരുന്നു. എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾ ഹൈസ്കൂളിന്റെ ഫുട്ബോൾ കൂടി എടുത്തുകൊണ്ടുപോയി. റെയ്ഹാന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളാണ് സീനിയർ വിദ്യാർത്ഥികളോട് ഇത് ചോദ്യം ചെയ്തതും ഫുട്ബോൾ തിരികെ വാങ്ങിയതും. ഇതോടെ ഇവർക്കിടയിൽ തർക്കം നിലനിൽക്കുകയും റെയ്ഹാനെ പലതവണ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടന്നതായും മാതാപിതാക്കൾ പറയുന്നു. തുടർന്ന് കഴിഞ്ഞ 16-ാം തീയതി ഉച്ചയ്ക്കായിരുന്നു സംഭവം. 7ഓളം വരുന്ന +2 വിദ്യാർത്ഥികൾ ശുചിമുറിയിൽ വെച്ച് റെയ്ഹാനെ മാരകമായി മർദ്ദിക്കുകയായിരുന്നു. സഹപാഠികൾ ഓടിയെത്തിയാണ് മുറിവേറ്റ റെയ്ഹാനെ ഓഫീസ് മുറിയിൽ എത്തിച്ചത്. തല പിടിച്ച് ചുവരിലിടിക്കുകയും കഴുത്തിന് തൂക്കിയെടുക്കുകയും തറയിലിട്ട് കാലിലും വയറിലും ചവിട്ടുകയും ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. വയറിനും നടുവിനും കഴുത്തിലും തലയ്ക്കും ക്ഷതം സംഭവിച്ചു. ഇടതുകാലിന് പൊട്ടലുണ്ട്. മകൻ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് മാതാവ് സജിന പറയുന്നു. പരാതിയെ തുടർന്ന് പള്ളിക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റിനെ ആക്രമിക്കുകയും ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വർക്കല പുല്ലാഞ്ഞിക്കോട് വിനോദിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഡിസംബർ 24 രാത്രി 1 മണിക്കായിരുന്നു സംഭവം. നിലമേൽ കൈതോട് വെച്ച് വിനീത് മദ്യപിച്ച് ലക്കുകെട്ട് വീണു പരിക്കേറ്റു. തുടർന്ന് കടയ്ക്കൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയെത്തി. മുറിവിൽ മരുന്ന് വെക്കുന്നതിനിടെ പ്രകോപിതനായ പ്രതി നഴ്സിംഗ് അസിസ്റ്റന്റായ സാബുവിനെ മർദ്ദിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്തു. BP നോക്കുന്ന മെഷീൻ എറിഞ്ഞുടയ്ക്കുകയും അവിടെയുണ്ടായിരുന്ന ബക്കറ്റുകൾ ചവിട്ടിപ്പൊട്ടിക്കുകയും ചെയ്തു. നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ പരാതിയിൽ കേസെടുത്ത കടയ്ക്കൽ പോലീസ് ഒളിവിൽ പോയ പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത്. വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി വിനീതിനെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ന്യൂസ് 18 കൊട്ടാരക്കര. കൊല്ലം കടയ്ക്കലിൽ 19 വയസ്സുകാരിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കടയ്ക്കൽ പാട്ടിവളവ് ചരുവിള പുത്തൻ വീട്ടിൽ ശ്രുതിയാണ് മരിച്ചത്. മരണം ഗർഭിണിയായതിനെ തുടർന്ന് സ്വന്തം വീട്ടിൽ വന്ന് ഗർഭിണിയായ ഈ കുട്ടി സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുകയായിരുന്നു. 4 മാസം മുൻപാണ് പുനയം സ്വദേശിയായ മാഹിനൊപ്പം ശ്രുതി വീട് വിട്ടിറങ്ങിയത്. അന്ന് തന്നെ സ്റ്റേഷനിൽ ഹാജരായ കുട്ടി ഇയാളോടൊപ്പം പോവുകയായിരുന്നു. തുടർന്ന് വിവാഹശേഷം ഒരുമിച്ച് കഴിയവേ 1 മാസം മുൻപാണ് ശ്രുതി ഗർഭിണിയായത്. ഇതോടെ ഇരുവരും ശ്രുതിയുടെ വീട്ടിൽ വന്ന് താമസിച്ചു വരവെയാണ് ഇന്നലെ രാത്രി 9:30 വീട്ടിന്റെ കിടപ്പുമുറിയിൽ ശ്രുതിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് ഭർത്താവ് മാഹീൻ ആശുപത്രിയിൽ നിന്ന് ഒളിവിൽ പോയി. മാഹീൻ മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കടയ്ക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊല്ലം. 1.5 വയസ്സുള്ള കുഞ്ഞിനെ കടലിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ ശരണ്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 2020 ഫെബ്രുവരിയിൽ നടന്ന കേസിൽ കോടതി വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് ഹോട്ടലിൽ മുറിയെടുത്ത ശേഷം ശരണ്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വിഷം കഴിച്ച നിലയിൽ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷം കഴിച്ച നിലയിലാണ് ശരണ്യയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് ഹോട്ടലിൽ മുറിയെടുത്തതിനു ശേഷമാണ് ആത്മഹത്യാ ശ്രമം. രാവിലെയാണ് ഹോട്ടൽ ജീവനക്കാർ ശരണ്യയെ ആശുപത്രിയിൽ എത്തിച്ചത്. ശരണ്യയുടെ കൂടെ ആരുമുണ്ടായിരുന്നില്ല. കുട്ടിയെ കൊന്ന കേസിൽ തളിപ്പറമ്പ് കോടതിയിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ആത്മഹത്യാ ശ്രമം. 2020 ഫെബ്രുവരി 17-നാണ് ശരണ്യ മകൻ 1.5 വയസ്സുകാരനായ വിയാനെ കൊലപ്പെടുത്തിയത്. കുഞ്ഞിനെ കാണാതായതോടെ അച്ഛൻ പ്രണവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. പിന്നീട് നാട്ടുകാരും പോലീസും നടത്തിയ തെരച്ചിലിനൊടുവിൽ ശരണ്യയുടെ വീട്ടിൽ നിന്നും 50 മീറ്റർ അകലെയുള്ള കടൽ ഭിത്തിയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു.
സംഭവത്തിൽ കുട്ടിയുടെ അച്ഛൻ പ്രണവിനെതിരെ ശരണ്യയുടെ ബന്ധു പോലീസിൽ പരാതി നൽകി. ശരണ്യക്കെതിരെ പ്രണവും പോലീസിനെ സമീപിച്ചു. ഇതോടെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുമ്പോഴാണ് ശരണ്യയാണ് കൊലയാളിയെന്ന് കണ്ടെത്തുന്നത്. കുഞ്ഞിനെ കൊന്ന ശേഷം കുറ്റം ഭർത്താവ് പ്രണവിന്റെ തലയിൽ കെട്ടിവെച്ച് കാമുകനൊപ്പം ജീവിക്കാനായിരുന്നു പദ്ധതി എന്നാണ് ശരണ്യ പോലീസിന് മൊഴി നൽകിയത്. കേസിൽ ശരണ്യയുടെ കാമുകനായ കണ്ണൂർ വാരം സ്വദേശി നിതിനും അറസ്റ്റിലായിരുന്നു. കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുകയും പ്രേരിപ്പിക്കുകയും ചെയ്തത് നിതിനാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ന്യൂസ് 18 കണ്ണൂർ. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഓൺലൈൻ തട്ടിപ്പിന്റെ പല കഥകളുണ്ട്. ഇതിൽ സമൂഹത്തിന്റെ പല തട്ടിലുമുള്ള ആളുകൾ ഈ തട്ടിപ്പിന് ഇരയാകാറുണ്ട്. ഉദാഹരണത്തിന് മെത്രോപൊലിത്ത, ജഡ്ജി, ഡോക്ടർമാർ, അങ്ങനെ പല പ്രശസ്തരും ഈ ഓൺലൈൻ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ട്. കോട്ടയത്തെ ഒരു വൈദികനാണ് ഈ തട്ടിപ്പിന്റെ ഒടുവിലെത്തിയ ഇര. ഇദ്ദേഹത്തിൽ നിന്ന് 1.5 കോടിയോളം രൂപ തട്ടിയത് പ്രമുഖ കമ്പനിയുടെ വ്യാജ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണെന്ന് പോലീസ് കണ്ടെത്തി. പണം ഇരട്ടിപ്പ് വാഗ്ദാനം ചെയ്താണ് വൈദികനെ കുടുക്കിയത്. 850% ലാഭമാണ് തട്ടിപ്പുകാർ വൈദികൻ ഓഫർ ചെയ്തത്. ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഓൺലൈൻ ട്രേഡിംഗ് ആപ്ലിക്കേഷന്റെ പേരിൽ വ്യാജ ആപ്പ് ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയത്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വ്യാജ ആപ്ലിക്കേഷൻ നൽകി. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതോടെ വൈദികന്റെ പൂർണ്ണ വിവരങ്ങളും തട്ടിപ്പുകാർക്ക് ലഭിച്ചു. ആദ്യം 50 ലക്ഷവും പിന്നീട് 17 ലക്ഷവും ലാഭം ലഭിച്ചു എന്ന് വൈദികനെ വിശ്വസിപ്പിച്ചു. പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. ഈ ലാഭം കണ്ടതോടെയാണ് 1,41 ലക്ഷം രൂപ വൈദികൻ നൽകിയത്. സ്വർണം പണയം വെച്ച തുകയടക്കം കൈമാറിയെന്നാണ് മൊഴി. തട്ടിപ്പ് സംഘം കൈക്കലാക്കിയതിൽ 28 ലക്ഷം രൂപ മാത്രമാണ് പോലീസിന് തിരിച്ചുപിടിക്കാൻ സാധിച്ചത്. ന്യൂസ് 18 കോട്ടയം. രാവിലെയിൽ നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഇത് കണ്ടോ.